ഹായ് എല്ലാവർക്കും മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോഷ്യൽ വർക്ക് ഇൻ ഇന്ത്യയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ വർക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നു, അതിന്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് സോഷ്യൽ വർക്ക് ഇൻ UK, അതുപോലെ തന്നെ USA ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യയിൽ എങ്ങനെയാണ് സോഷ്യൽ വർക്ക് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട്. ഓക്കെ, ഇന്ത്യയിൽ സോഷ്യൽ വർക്ക് ഇവല്യൂഷൻ ചെയ്ത് വന്നത് അല്ലെങ്കിൽ പരിണമിച്ചു വന്നത്, അത് മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സാംസ്കാരികവും ആത്മീയവും അതുപോലെ തന്നെ സാമൂഹികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള ഘടകങ്ങളെ സ്വാധീനത്താലാണ് എന്ന് നമുക്ക് പറയാം. The evolution of social work in India is deeply embedded in the nation's cultural, spiritual and socio-political fabric. From its ancient traditions rooted in religious and philosophical ideas to the structured and professional approaches of modern times, Indian social work reflects a blend of indigenous practices and global influences. അപ്പോൾ മതപരവും ദാർശനികവുമായിട്ടുള്ള ആദർശങ്ങളിൽ വേരൂന്നിയ പുരാതന പാരമ്പര്യങ്ങൾ മുതൽ ആധുനിക കാലഘട്ടത്തെ ഘടനാപരമായിട്ടുള്ള പ്രൊഫഷണൽ അപ്രോച്ചുകൾ വരെ ആ ഒരു കാലഘട്ട ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന്, ട്രഡീഷണൽ അല്ലെങ്കിൽ പാരമ്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ഫിലോസഫിക്കൽ ഐഡിയസിൽ നിന്നും പ്രൊഫഷണൽ അപ്രോച്ചസ്, നമ്മുടെ മോഡേൺ ടൈമിലെ പ്രൊഫഷണൽ അപ്രോച്ചസ് വരെ നീണ്ടു കിടക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയിലെ സോഷ്യൽ വർക്കിന്റെ പരിണാമം അല്ലെങ്കിൽ ഇവല്യൂഷന്റെ ഒരു ചരിത്രം എന്ന് നമുക്ക് പറയാം. This journey has been shaped by historical development, colonial policies and post-independence reforms. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ റിലീജിയസ് ആൻഡ് ഫിലോസഫിക്കൽ ഐഡിയാസ്, ആൻഷ്യൻ ട്രഡീഷണലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള റിലീജിയസ് ആൻഡ് ഫിലോസഫിക്കൽ ഐഡിയാസ് മുതൽ നമ്മുടെ ഇന്നത്തെ മോഡേൺ ടൈംസിലെ പ്രൊഫഷണൽ അപ്രോച്ചസ് വരെ, അല്ലെങ്കിൽ ആ ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിലാണ്, അല്ലെങ്കിൽ ഇത്രയും ഇതിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സോഷ്യൽ വർക്ക്, ഇന്ത്യയുടെ സോഷ്യൽ വർക്ക് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു എവല്യൂഷണൽ പീരീഡ് എന്ന് പറയും. അപ്പോൾ ഇത് പ്രധാനമായും നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റും, ഈ ഒരു കാലഘട്ടത്തെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റും കൊളോണിയൽ പോളിസീസും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് റിഫോമുകളെല്ലാം തന്നെ ഈ ഒരു പരിണാമ കാലഘട്ടത്ത് ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സും കൊളോണിയൽ പോളിസീസും പോസ്റ്റ് ഇൻഡിപെൻഡന്റ് റിഫോംസുകളെല്ലാം തന്നെ ഇന്ത്യയിലെ സോഷ്യൽ വർക്കിന്റെ, സാമൂഹിക പ്രവർത്തനത്തിന്റെ വികാസത്തിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ എങ്ങനെയാണ് സോഷ്യൽ വർക്ക് ഡെവലപ്പ് ചെയ്ത് വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ഇന്ത്യ നമ്മൾ ആ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ മെയിൻലി മനസ്സിലാക്കുന്ന ഈ 3 ഹെഡിന്റെ അണ്ടറിലാണ് നമ്മൾ സോഷ്യൽ വർക്ക് എങ്ങനെ ഇന്ത്യയിൽ ഡെവലപ്പ് ആയി എന്ന് മനസ്സിലാക്കുന്നത്. ക്ലിയർ അല്ലേ? അതായത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സ്, നമ്മുടെ ട്രഡീഷണൽ പാരമ്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ചരിത്രപരമായിട്ടുള്ള ചില ഫാക്ടുകൾ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചില റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സിനകത്ത് ഉൾപ്പെടുത്തി നമുക്ക് പറയാം. അപ്പൊ ഈ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സിനകത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സോഷ്യൽ വർക്ക് ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ കൊളോണിയൽ പീരീഡിൽ ഉണ്ടായിട്ടുള്ള അവർ കൊണ്ടുവന്നിട്ടുള്ള പോളിസീസുകളും നയങ്ങളും അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തെ എമേർജ് ചെയ്ത് വന്നിട്ടുള്ള സോഷ്യൽ റിഫോം മൂവ്മെന്റുകളും ഇതൊക്കെ എങ്ങനെ സാമൂഹ്യ പ്രവർത്തനത്തെ ഡെവലപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ വികാസത്തിനും ക്ഷേമ പ്രവർത്തനത്തിന്റെ വികാസത്തിനൊക്കെ വേണ്ടിയിട്ട് നയിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് റിഫോംസിൽ, അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം കൊളോണിയൽ പീരീഡ് അവസാനിച്ചു, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ഈ മോഡേൺ ടൈംസ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലുള്ള റിഫോംസുകളും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇന്ത്യയിൽ സോഷ്യൽ വർക്കിന്റെ ഡെവലപ്മെന്റിന് കാരണമായി എന്നുള്ളതാണ് നമ്മൾ മെയിൻലി നോക്കുന്നത്. അപ്പൊ ഈ 3 ഹെഡിന്റെ അണ്ടറിലാണ് നമ്മൾ സോഷ്യൽ വർക്ക് എങ്ങനെ ഇന്ത്യയിൽ ഡെവലപ്പ് ആയി എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സ് മെയിൻലി എങ്ങനെ സോഷ്യൽ വർക്ക്, ഇന്ത്യയിൽ സോഷ്യൽ വർക്ക് ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക് നയിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. എന്താണ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സ് എങ്ങനെ ഇന്ത്യയിൽ സോഷ്യൽ വർക്ക് ഡെവലപ്മെന്റ്സിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ വർക്കിന്റെ ഡെവലപ്മെന്റ്സിലേക്ക് നയിച്ചു, കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിലെ സോഷ്യൽ വെൽഫെയറിന്റെ ഡെവലപ്മെന്റിന് ഒരു നീണ്ട ഹിസ്റ്ററി തന്നെ ഉണ്ട് നമുക്ക് പറയാം. അതായത് കൂട്ടായ ക്ഷേമത്തെയും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തെയും ഊന്നൽ നൽകിക്കൊണ്ട് വളരെയധികം സ്പിരിച്വൽ ആയിട്ട്
കൾച്ചറൽ ട്രഡീഷനെയും സാംസ്കാരികമായിട്ടുള്ള നമ്മുടെ പാരമ്പര്യത്തെയൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വന്നതാണ് നമ്മുടെ ഇന്ത്യയിലെ സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ്. സോഷ്യൽ വെൽഫെയർ എന്ന് പറയുമ്പോൾ സോഷ്യൽ വർക്കിലെ ഏറ്റവും ഒരു അടിസ്ഥാനം തന്നെയാണ് സാമൂഹ്യക്ഷേമം അഥവാ സോഷ്യൽ വെൽഫെയർ എന്ന്. അപ്പൊ ഈ സോഷ്യൽ വെൽഫെയർ നമ്മുടെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത് വന്നതിന് ഒരു ലോങ് ഹിസ്റ്ററി തന്നെയുണ്ട്. അതെങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചരിത്രത്തെ അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക ചരിത്രത്തെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മുടെ ആത്മീയമായിട്ടുള്ള നമ്മുടെ ട്രഡീഷനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു, വളരെ ചാരിറ്റിയെയും അതുപോലെ തന്നെ കൂട്ടായ ഉത്തരവാദിത്വത്തെയും ജീവകാരുണ്യത്തെയും ക്ഷേമത്തെയൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട് ഡെവലപ്പ് ചെയ്ത് വന്നതാണ് നമ്മുടെ ഇന്ത്യയിലെ സോഷ്യൽ വെൽഫെയർ അഥവാ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് നമുക്ക് പറയാം. അപ്പോ ഹിസ്റ്റോറിക്കൽ ഫൗണ്ടേഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് മനസ്സിലാക്കി സോഷ്യൽ വെൽഫെയർ ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിൽ എങ്ങനെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഡെവലപ്പ് ചെയ്തു വന്നു, അതിന്റെ പ്രധാനപ്പെട്ട ചില കീ ഫീച്ചേഴ്സുകൾ നമുക്ക് മനസ്സിലാക്കാം. Okay, the social welfare in India has a long history, deeply rooted in spiritual and cultural traditions that emphasize collective well-being and charity. Key features of these traditions include, first one, religious and philosophical traditions. അപ്പോൾ മതപരവും അതുപോലെ തന്നെ ദാർശനികവുമായിട്ടുള്ള പാരമ്പര്യം അത് നമ്മുടെ ഇന്ത്യയിലെ സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസിന്റെ ഡെവലപ്മെന്റിലേക്ക് നയിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ ഫൗണ്ടേഷൻ ആണ്, ചരിത്രപരമായിട്ടുള്ള ഒരു അടിത്തറയാണ് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ചില വോക്കുകൾ മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പുരാതന കാലഘട്ടത്തെ ഉപനിഷത്തുകളെയും അല്ലെങ്കിൽ മത ഗ്രന്ഥങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള എന്താണ് ചില ടെക്സ്റ്റ് ബുക്കുകൾ, ചില വർക്കുകൾ, അതൊക്കെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നതായിരുന്നു. അതാണ് ഹിസ്റ്റോറിക്കൽ ഫൗണ്ടേഷനിൽ നമ്മൾ സെക്കൻഡ് ആയിട്ട് നോക്കുന്നത്. ആൻഡ് തേർഡ് വൺ, മറ്റു ചില കൂട്ടായ പ്രവർത്തനങ്ങൾ, അതായത് ലൈക്ക് ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ ഗ്രാമസഭകൾ പോലുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷണൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ വർക്കുകൾ അല്ലെങ്കിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ്, ഫോർമേഷൻസ്. സോ ഇത് എന്താണ് പ്രധാനമായും ഇന്ത്യയില് സോഷ്യൽ വർക്കിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ ഡെവലപ്മെന്റിലേക്ക് സഹായിച്ച ഹിസ്റ്റോറിക്കൽ ഫൗണ്ടേഷൻസ് അഥവാ ചരിത്രപരമായ അടിത്തറകളാണ് പറയാം. അപ്പൊ ഈ മൂന്ന് അടിത്തറകൾ, മൂന്ന് സവിശേഷതകൾ ഈ ഹിസ്റ്റോറിക്കൽ ഫൗണ്ടേഷൻസുമായി ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കണം. അപ്പോ എങ്ങനെ ഇന്ത്യയിൽ സോഷ്യൽ വർക്ക് ഡെവലപ്പ് ചെയ്ത് വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഹിസ്റ്റോറിക്കൽ ഫൗണ്ടേഷൻ, ചരിത്രപരമായ അടിത്തറയാണ് നമ്മൾ നോക്കുന്നത്. ഈ ചരിത്രപരമായ അടിത്തറയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് മൂന്ന് കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കാം. അത് ഒന്നെന്ന് പറയുന്നത് മതപരവും ദാർശനികവുമായ പാരമ്പര്യങ്ങൾ എങ്ങനെ ഇന്ത്യയിൽ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ വികാസത്തിലേക്ക് നയിച്ചു എന്നുള്ളത് നോക്കുന്നു. അതുപോലെ രണ്ടാമത്തത് ഗ്രന്ഥങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ എങ്ങനെ എന്ത് ചെയ്തു നമ്മുടെ ഇന്ത്യയിൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന്റെ വികാസത്തിലേക്ക് നയിച്ചു എന്നുള്ളത് നമുക്ക് ഈ ഹിസ്റ്റോറിക്കൽ ഫൗണ്ടേഷൻ കീഴിൽ നമുക്കത് മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് സമൂഹാധിഷ്ഠിത ചില രീതികൾ അല്ലെങ്കിൽ സമൂഹത്തെ സോഷ്യൽ ഓറിയന്റഡ് ആയിട്ടുള്ള ചില പ്രാക്ടീസസ് ഉണ്ട്. അതായത് ചില പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ ക്ഷേമത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഗ്രാമസഭകളിലേക്ക് ഒരു ഫോർമേഷൻ, അതുപോലുള്ള സമൂഹാധിഷ്ഠിത രീതികളുണ്ട്. അത്തരം പ്രാക്ടീസസുകൾ, സോഷ്യൽ ഓറിയന്റഡ് ആയിട്ടുള്ള സൊസൈറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള അത്തരം പ്രാക്ടീസസുകൾ അതും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചരിത്രപരമായിട്ടുള്ള അടിത്തറ ഭാഗ്യത്തിൽ നമ്മൾ ഇന്ത്യയിൽ സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് ചരിത്രപരമായിട്ടുള്ള അടിത്തറ ഭാഗ്യത്തിലുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, അപ്പൊ ഈ ഹിസ്റ്റോറിക്കൽ ഫൗണ്ടേഷൻ കീഴിൽ നമ്മൾ ഈ മൂന്ന് പോയിന്റുകളായിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് വൺ, റിലീജിയസ് ആൻഡ് ഫിലോസഫിക്കൽ ട്രഡീഷൻസ്, അതായത് മതപരവും ദാർശനികവുമായിട്ടുള്ള പാരമ്പര്യങ്ങൾ അത് എങ്ങനെ നമ്മുടെ ഇന്ത്യയിലെ സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റിയുടെ ഡെവലപ്മെന്റിലേക്ക്, സോഷ്യൽ വർക്കിന്റെ ഡെവലപ്മെന്റിലേക്ക് നയിച്ചു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിലെ ഫസ്റ്റ് വൺ, റിലീജിയസ് ആൻഡ് ഫിലോസഫിക്കൽ ട്രഡീഷനിൽ നമ്മൾ ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ഹിന്ദു മതമാണ് അല്ലെങ്കിൽ ഹിന്ദുയിസം. അപ്പോ ഹിന്ദുസം എന്ന് പറയുമ്പോൾ ഹിന്ദുസത്തിൽ തന്നെ കോൺസെപ്റ്റ് ഓഫ് ദാന അല്ലെങ്കിൽ ചാരിറ്റി കൊടുക്കുക, ധർമ്മങ്ങൾ നടത്തുക അല്ലെങ്കിൽ എന്താണ് പാവപ്പെട്ടവർക്ക് ദാനം കൊടുക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതാണ് ഈ കോൺസെപ്റ്റ് ഓഫ് ദാന അഥവാ ചാരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സേവ അല്ലെങ്കിൽ എന്താണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഈ ദാന ധർമ്മം എന്ന ആശയവും അതുപോലെ തന്നെ സേവ അല്ലെങ്കിൽ സർവീസ് പാവപ്പെട്ടവർക്ക് വേണ്ട സേവനങ്ങൾ കൊടുക്കുക, ഇതൊക്കെ ഹിന്ദു ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അടിവരയിടുന്ന ചില കോൺസെപ്റ്റുകളാണ്. അപ്പൊ ഈ വെൽഫെയർ പ്രാക്ടീസസിന് അടിത്തറയിടുന്ന ചില ഹിന്ദു മതത്തിലെ ചില കോൺസെപ്റ്റുകളാണ് ദാന, അതുപോലെ തന്നെ ചാരിറ്റി അഥവാ സർവീസസ് എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് വെൽഫെയർ ആക്ടിവിറ്റിയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. പാവപ്പെട്ടവരെ ദാനം കൊടുത്ത് സഹായിക്കുന്നു, പാവപ്പെട്ടവർക്ക് വേണ്ട സേവനങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താണ് ഈ വെൽഫെയർ ആണ്, പാവപ്പെട്ടവരുടെ വെൽഫെയർ ആണ്, അവിടെ ക്ഷേമമാണ് അവിടെ ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അതെന്താണ് സാമൂഹ്യ പ്രവർത്തനത്തിന്റെ അടിത്തറയല്ലേ പാവപ്പെട്ടവരുടെ വെൽഫെയർ ഒക്കെ
ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ആണ്. അപ്പൊ ancient texts like the Vedas and Upanishads highlights the duty of individuals to support the underprivileged. അതുപോലെ തന്നെ ഈ ഹിന്ദുമതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേദങ്ങളും ഉപനിഷത്തുകളും പോലുള്ള പുരാതന ഗ്രന്ഥങ്ങളുണ്ട്. അപ്പൊ ഈ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ദരിദ്രരെ പിന്തുണയ്ക്കാനുള്ള വ്യക്തികളുടെ കടമയെ എടുത്തു കാണിക്കുന്നുണ്ട്. അതായത് മറ്റുള്ളവരെ സഹായിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മതപരമായിട്ടുള്ള നമ്മുടെ ഡ്യൂട്ടി ആയിട്ടൊക്കെ ഈ ഒരു ആൻഷ്യന്റ് ടെക്സ്റ്റിലൊക്കെ ഈ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ പറയുന്നുണ്ട്. സോ അതുവഴി ഇത്തരത്തിലുള്ള വെൽഫെയർ പ്രാക്ടീസസ് എന്ത് ചെയ്യുന്നുണ്ട്, പുരാതന കാലം തൊട്ട് തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഡെവലപ്പ് ചെയ്ത് വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ മതപരമായിട്ടുള്ള ഈ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഡെവലപ്മെന്റിലേക്ക് നയിക്കുന്ന ഓക്കെ. അല്ലെ ഹിന്ദുമതത്തിന്റെ കോൺസെപ്റ്റുകൾ എങ്ങനെ സാമൂഹ്യ പ്രവർത്തനത്തെ ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. മറ്റൊരു റിലീജിയൻ ബുദ്ധിസം, അല്ലെങ്കിൽ പുരാതന കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്ന മറ്റൊരു റിലീജിയൻ ആണ് ബുദ്ധമതം എന്ന് നമുക്ക് പറയാം. അപ്പൊ ബുദ്ധമതം മെയിൻ ആയിട്ട് വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനത്തിനുമുള്ള കേന്ദ്രങ്ങളായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വിഹാരങ്ങൾ അഥവാ മൊണാസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഡെവലപ്മെന്റിലേക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മൊണാസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സന്യാസ സ്ഥാപനങ്ങളുടെ ഫോർമേഷൻ, അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിലീജിയൻ ആയിരുന്നു ബുദ്ധമതം എന്ന് നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ ഈ ബുദ്ധമതത്തിലൂടെ എന്താണ് കാരുണ്യവും അഹിംസയും ഒക്കെ എന്ത് ചെയ്യപ്പെട്ടു, പ്രോത്സാഹിപ്പിച്ചു എന്ന് നമുക്ക് പറയാം. ഓക്കെ. ആൻഡ് മറ്റൊരു റിലീജിയൻ എന്ന് പറയുന്നത് ജൈനിസമാണ്. ജൈനിസം സ്ട്രെസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് അഹിംസ. അഹിംസ മീൻസ് നോൺ വയലൻസ് ആൻഡ് ചാരിറ്റി എൻകറേജ്ഡ് കെയർ ഫോർ ഓൾ ലിവിംഗ് ബീയിങ്സ്. അതായത് എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് ചെയ്യുക, അഹിംസ അല്ലെങ്കിൽ അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള നോൺ വയലൻസിൽ അധിഷ്ഠിതമായിട്ടുള്ള എന്ത് ചെയ്യുക, അത്തരത്തിലൊരു പ്രിൻസിപ്പിളിൽ അധിഷ്ഠിതമായിട്ടുള്ള ചാരിറ്റി കൊടുക്കുക. അതിലൂടെ എന്ത് ചെയ്യുക, എൻകറേജിങ് കെയർ ഫോർ ഓൾ ലിവിംഗ് ബീയിങ്, എല്ലാവർക്കും വേണ്ട കെയറുകൾ, എല്ലാ ജീവജാലങ്ങളെയും പരിപാലിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ട കെയർ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക എന്നുള്ളത് ഈ ജൈനമതത്തിന്റെ ഒരു കോൺസെപ്റ്റ് ആയിട്ട്, ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് പറയാം. അപ്പൊ ഇവിടെയെല്ലാം ഈ മതങ്ങളുടെ ബേസിക് പ്രിൻസിപ്പിൾസിലൂടെ എല്ലാം മെയിൻലി ഫോക്കസ് ചെയ്തത് ക്ഷേമമാണ്, അല്ലെ? പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആൾക്കാരുടെ ഹ്യൂമൻ ബീയിങ്സിന്റെ വെൽബീയിങ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് മറ്റൊരു മതമാണ് ഇസ്ലാം. അപ്പൊ ഇസ്ലാം മതത്തില് അഡ്വക്കേറ്റഡ് ഫോർ സക്കാത്ത്. സക്കാത്ത് മീൻസ് ആംസ് ഗിവിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇസ്ലാം മതത്തിലെ അവരുടെ ഒരു രീതി, അവരുടെ ഒരു പ്രിൻസിപ്പിൾ ആണ് ഈ സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഈ സക്കാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംസ് ഗിവിംഗ് എന്നാണ്. അതായത് പാവപ്പെട്ടവർക്ക് വേണ്ട എന്ത് ചെയ്യുക, അവർക്ക് വേണ്ട ഭിക്ഷ കൊടുക്കുക, അവർക്ക് വേണ്ടി എന്തെങ്കിലും കൊടുത്ത് സഹായിക്കുക. അതാണ് ഈ സക്കാത്ത് എന്ന് പറയുന്ന അവരുടെ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ദാനധർമ്മം കൊടുക്കുക എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഒരു അടിസ്ഥാന തത്വമായിട്ട്, ഇസ്ലാം മതത്തിന്റെ ഒരു അടിസ്ഥാന തത്വമായിട്ട് ഈ സക്കാത്ത് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ അവർ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇതിലൂടെ ധനം ആവശ്യക്കാർക്ക് എന്ത് ചെയ്യാ, പണം ഒരാളുടെ കയ്യിൽ ഉള്ളവൻ മാത്രം ഇങ്ങനെ ശേഖരിച്ചു വെച്ചിട്ട് കാര്യമില്ല, അത് ആവശ്യക്കാർക്ക് ഇങ്ങനെ വീതിച്ചു കൊടുക്കണം. അതിലൂടെ അങ്ങനെ വീതിച്ചു കൊടുത്ത് എന്ത് ചെയ്യുക, സമൂഹത്തിൽ ഒരു സോഷ്യൽ ഇക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈ ഇസ്ലാം മതത്തിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്. ഓക്കെ. അപ്പൊ ഈ ഇതിലെല്ലാം തന്നെ സോഷ്യൽ ഇക്വാളിറ്റി കൊണ്ടുവരിക, സോഷ്യൽ വെൽഫെയർ പ്രദാനം ചെയ്യുക, അല്ലെങ്കിൽ ഒരു സാമൂഹ്യക്ഷേമം ഉറപ്പുവരുത്തുക, ഇതെല്ലാമാണ് പുരാതന കാലഘട്ടത്തെയുള്ള നമ്മുടെ മതപരമായിട്ട് ഓരോ മതത്തിന്റെയും ചില ബേസിക് പ്രിൻസിപ്പിൾസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതെല്ലാം തന്നെ സാമൂഹിക പ്രവർത്തനത്തിന്റെ ഒരു അടിത്തറ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഇത്തരത്തിൽ നമ്മുടെ മതപരമായിട്ടുള്ള ഒരു അടിത്തറയിൽ നിന്ന് തന്നെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ തുടക്കം നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്തു, തുടക്കം കുറിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ചരിത്രപരമായി വിവിധ സംസ്കാരങ്ങളിലെ സാമൂഹിക ക്ഷേമ സമ്പ്രദായങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ മതങ്ങൾക്ക് നിർണായക പങ്കുണ്ട് എന്ന് നമുക്ക്, അല്ലെങ്കിൽ മതങ്ങൾ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ ഇന്ത്യയിലെ മതപരമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അത് ജീവകാരുണ്യ ക്ഷേമ പാരമ്പര്യങ്ങളുടെ അടിത്തറയായിട്ട് മാറുകയും ഇത് വ്യക്തിഗതവും കൂട്ടായതുമായിട്ടുള്ള പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, ഇസ്ലാം മതം, സിഖ് മതം എന്നിവ അവയുടെ വ്യത്യസ്തമായ തത്വചിന്ത അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പരോപകാരം, നീതി എന്നിവയ്ക്ക് പൊതുവായി ഒരു അത്തരമൊരു ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, പൊതുവായിട്ട്
ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടല്ലോ, പൊതുവായൊരു ഊന്നൽ നൽകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ മതങ്ങളുടെ എല്ലാം ഇത്തരം തത്വങ്ങൾ, അവരുടെ പ്രിൻസിപ്പിൾസ് ഒത്തുചേർന്ന് സാംസ്കാരികമായി സമ്പന്നവും അതുപോലെ തന്നെ വൈവിധ്യപൂർണവുമായ ഒരു സാമൂഹ്യക്ഷേമ ധാർമ്മികത നമ്മുടെ സൊസൈറ്റിയിലുടനീളം സൃഷ്ടിക്കുന്നതിൽ സഹായകരമായിട്ടുണ്ട് നമുക്ക് പറയാം. സോ അതിലൂടെ സാമൂഹിക വികസനം വളർത്തിയെടുക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഈ മതങ്ങളുടെ പങ്ക് നമ്മുടെ ഇന്ത്യയിലെ സോഷ്യൽ വർക്കിന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഡെവലപ്മെന്റിലേക്ക്, സാമൂഹ്യ വികസനത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ മതങ്ങളുടെ പങ്ക്, അവരുടെ ദാർശനികമായിട്ടുള്ള കാഴ്ചപ്പാട്, ഓരോ മതത്തിന്റെ ദാർശനികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ എങ്ങനെ സഹായകരമായി എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലെ. Religion have historically played a pivotal role in shaping social welfare practices across culture. In India, religious teaching from the bedrock of charitable and welfare traditions, influencing individual and collective actions. Hinduism, Buddhism, and Jainism, Islam and Sikhism, with their distinct philosophies, share a common emphasis on compassion, altruism, and justice. These principles covers to create a culturally rich and diverse dose of social welfare, fostering harmony and community development. അപ്പൊ ഇത്തരം നമ്മൾ പഠിച്ച ഈ മതങ്ങളുടെ എല്ലാം അവരുടെ ദാർശനികമായിട്ടുള്ള കാഴ്ചപ്പാട്, പ്രിൻസിപ്പിൾസ്, അവരുടെ തത്വങ്ങൾ, ഈ തത്വങ്ങളെല്ലാം തന്നെ എന്താണ് കോമൺലി എന്ത് ചെയ്യുന്നു, ഒരു സോഷ്യൽ വെൽഫെയറിനെ ഫോസ്റ്റർ ചെയ്യുകയും അത്തരത്തിൽ സമൂഹത്തിൽ ഒരു ഹാർമണി ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിലേക്ക് കൊണ്ടെത്തിക്കുന്നതിലേക്കും സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇത്തരത്തിലുള്ള ഈ റിലീജിയസ് എഡ്യൂക്കേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് വെൽഫെയർ അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത്, അതിന്റെ ഒരു ഷെയർഡ് തീംസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, ഈ മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു തീം, അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് കമ്പാഷൻ ആൻഡ് അൾട്രൂയിസം എന്നുള്ളതാണ്. എന്താണ് കമ്പാഷൻ ആൻഡ് അൾട്രൂയിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരുണ്യവും പരോപകാരവും അല്ലെ. പാവപ്പെട്ടവരെ സഹായിക്കുക, അല്ലെങ്കിൽ ഇല്ലാത്തവനോട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിൽ കഴിയുന്നവനോട് ഒരു കരുണ തോന്നുക, അത്തരം ഒരു കോൺസെപ്റ്റ് നമ്മുടെ മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മുടെ ട്രഡീഷണൽ പുരാതന സമൂഹത്തിൽ, നമ്മുടെ ഇന്ത്യയിലെ പുരാതന സമൂഹത്തിൽ ഡെവലപ്പ് ചെയ്ത് വന്നിരുന്നു. അത് ഒരു വെൽഫെയർ ആക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള ചില കോൺസെപ്റ്റ് ആയിരുന്നു. ഇതെല്ലാം മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, മതപരമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള കോൺസെപ്റ്റുകളായിരുന്നു കമ്പാഷൻ ആൻഡ് ആൾട്രൂയിസം, അഥവാ കാരുണ്യവും പരോപകാരവും എന്ന് പറയുന്നത്. അതായത് മതപരമായിട്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മതപരമായിട്ടുള്ള ഡ്യൂട്ടി ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നു ആ ഒരു കാലഘട്ടം. അപ്പൊ ഓൾ 5 റിലീജിയൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ മതവിഭാഗങ്ങൾ, അതായത് ഹിന്ദുയിസം, ബുദ്ധിസം, ജൈനിസം, സിഖിസം, അപ്പൊ ഈ മതങ്ങളെല്ലാം തന്നെ ഓൾ 5 റിലീജിയൻസ് emphasize compassion as the cornerstone of welfare practices, whether it is a Buddhist karuna or the Sikh principles of seva. Compassion drives the moral obligation to help other. അതായത് ബുദ്ധമതത്തിലെ കരുണ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, സിഖ് മതത്തിലെ സേവ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസ്, ഇതെല്ലാം ഓരോ മതത്തിലും ഓരോ പ്രിൻസിപ്പിൾസ് ആണ് അവർ കരുണ അല്ലെങ്കിൽ സേവ ഇതുപോലുള്ള പ്രിൻസിപ്പിൾസ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പ്രിൻസിപ്പിൾസ് എല്ലാം തന്നെ എന്താണ്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ധാർമ്മിക ബാധ്യതയെ നയിക്കുന്ന ഒന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ധാർമ്മിക ബാധ്യതയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഏത് മതമായിരുന്നാലും ആ മതത്തിൻ്റെതായിട്ടുള്ള പ്രിൻസിപ്പിൾസ്, അതിപ്പോ ബുദ്ധമതത്തിൽ കരുണ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ, സിഖ് മതത്തിന്റെ പ്രിൻസിപ്പിൾ സേവ എന്നുള്ളത്, അപ്പൊ ഇതിനെല്ലാം കോൺസെപ്റ്റ് എന്ത് ചെയ്യാം, മറ്റുള്ളവരെ സഹായിക്കുക, ഹെൽപ്പ് അതേഴ്സ് എന്നുള്ളതാണ്. അപ്പൊ അതിലൂടെ ഇപ്പൊ ആ റിലീജിയസ് ടീച്ചിങ്ങിലൂടെ അല്ലെങ്കിൽ ആ ഒരു മതപരമായിട്ടുള്ള ആ ഒരു ടീച്ചിങ്ങിലൂടെ അത്തരത്തിലുള്ള ഒരു കമ്പാഷൻ ആൻഡ് അൾട്രൂയിസം അല്ലെങ്കിൽ കാരുണ്യവും പരോപകാരവുമാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. സോ ഇത് ഒരു വെൽഫെയർ അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, തുടക്കം കുറിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആക്ട് ഓഫ് ചാരിറ്റി ആസ് സീൻ ആസ് പാത്വേ ടു പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് സ്പിരിച്വൽ ഫുൾഫിൽമെന്റ്. അപ്പൊ വ്യക്തിപരമായിട്ടുള്ള വളർച്ചയിലേക്കും ആത്മീയ പൂർത്തീകരണത്തിലേക്കുമുള്ള വഴികളായിട്ടാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്തിരുന്നത്, മതപരമായിട്ട് അല്ലെങ്കിൽ മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ ഒരു കാലഘട്ടത്ത് എന്താണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്താണ്, അത് വ്യക്തിപരമായിട്ടുള്ള വളർച്ചയിലേക്കും ആത്മീയ പൂർത്തീകരണത്തിലേക്കുമുള്ള ഒരു വഴിയായിട്ടാണ്, ഒരു മാർഗമായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ബ്രദർഹുഡ് ആണ്. എന്താണ് യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന് വെച്ച് കഴിഞ്ഞാല്,
അതായത് മതപരമായിട്ടുള്ള ആ ഒരു ടീച്ചിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മനുഷ്യത്വത്തിലെ പരസ്പര ബന്ധുത്വത്തിന് ഊന്നൽ നൽകുന്നു എന്നുള്ളതാണ്. ഇപ്പോ എല്ലാവരും ഒന്നാണ്, നമ്മൾ ഒന്നാണെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്. ഇപ്പോ ഇസ്ലാമിക് മതത്തിലെ സക്കാത്ത്, അതുപോലെ സിഖിസത്തിലെ ദസ്വാന്ത് ആൻഡ് ഹിന്ദുസത്തിലെ വസുദൈവ കുടുംബകം, ഇതുപോലുള്ള ഒരുപാട് കോൺസെപ്റ്റ്, അതായത് നമ്മളെല്ലാം ഒന്നാണ്, ദ വേൾഡ് ഈസ് ഓൺ ഫാമിലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പ്രദാനം ചെയ്യുന്ന മതപരമായിട്ടുള്ള ഒരു ആശയമാണ്. ഓരോ മതത്തിലും ഓരോരോ കോൺസെപ്റ്റുകളുണ്ട്, ഓരോരോ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇപ്പൊ ഹിന്ദുസത്തില് വസുദൈവ കുടുംബകം, സിഖിസത്തില് ദസ്വന്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഇതെല്ലാം തന്നെ എന്താണ്, നമ്മളെല്ലാം ഒന്നാണ്, ദ വേൾഡ് ഈസ് ഓൺ ഫാമിലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് പ്രദാനം ചെയ്യുന്നത്. സോ ഇതിലൂടെ ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കളക്റ്റീവ് വെൽഫെയർ. സോ ഈ ഒരു കോൺസെപ്റ്റ്, മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റ്, യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഇതെന്താണ്, ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് കളക്റ്റീവ് വെൽഫെയർ, അതായത് കൂട്ടായ ക്ഷേമ പ്രവർത്തനത്തിന്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്ന കോൺസെപ്റ്റുകളായിരുന്നു എന്നുള്ളത്. അപ്പൊ മതപരമായിട്ടുള്ള ഒരു ടീച്ചിങ് അല്ലെങ്കിൽ റിലീജിയസ് ടീച്ചിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റുകൾ ഓരോ മതത്തിന്റെയും പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനപ്പെടുത്തി പല രീതിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പല കോൺസെപ്റ്റുകളിൽ പറയുന്നുണ്ടെങ്കിൽ പോലും എല്ലാത്തിന്റെയും പൊരുളെല്ലാം ഒന്ന് തന്നെയാണ്. എന്താണ് യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒന്നാണെന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ ഡെവലപ്പായി. ഈ ഒരു കോൺസെപ്റ്റ് എന്തിലേക്ക് നയിച്ചു, ഒരു കളക്റ്റീവ് വെൽഫെയറിന്റെ, കൂട്ടായ ക്ഷേമ പ്രവർത്തനത്തിന്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുകയുണ്ടായി. അതുപോലെ തന്നെ എല്ലാ മതവിഭാഗങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ റിലീജിയസ് ടീച്ചിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇക്വാലിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത്, സമത്വവും അതുപോലെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്നുള്ളത്, അത്തരത്തിലുള്ള പ്രാക്ടീസസ് ഈ റിലീജിയനെ അടിസ്ഥാനപ്പെടുത്തി, ഏത് റിലീജിയൻ ആയിരുന്നാലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ പുരാതന കാലത്ത് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട റിലീജിയൻ ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ, ഹിന്ദുയിസം, ബുദ്ധിസം, അതുപോലെ സിഖിസം, ജൈനിസം ഒക്കെ പറഞ്ഞു. അപ്പൊ ഈ ഏത് മതവിഭാഗമായിരുന്നാലും എന്താണ്, സമത്വവും അതുപോലെ തന്നെ ഇൻക്ലൂഷൻ, എല്ലാവരെയും, എല്ലാ സൊസൈറ്റിയിലെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഡെവലപ്പ് ചെയ്തെടുത്തു എന്നതാണ്. അപ്പോൾ വെൽഫെയർ പ്രാക്ടീസസ് ഇൻ ദീസ് റിലീജിയൻസ് ഓഫൺ ട്രാൻസെൻഡ് സോഷ്യൽ ഹയറാർക്കീസ് പ്രൊമോട്ടിംഗ് ഇൻക്ലൂസിവിറ്റി. അതായത് സമൂഹത്തിൽ നിലനിൽക്കുന്ന എന്താണ്, ശ്രേണീപരമായിട്ടുള്ള ചില ചിന്താഗതികളെ മറികടക്കുകയും അതുപോലെ തന്നെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചില കോൺസെപ്റ്റുകൾ എന്ത് ചെയ്തു, പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. അതിനൊരു എക്സാമ്പിൾ ആണ്, ഫോർ ഇൻസ്റ്റൻസ് സിഖുകാരുടെ ലങ്കാസിൽ എന്ത് ചെയ്തു, സെർവ് ഫുഡ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ, ഒരു വിവേചനവുമില്ലാതെ പാവപ്പെട്ടവനോ പണക്കാരനെന്നോ അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽപ്പെട്ടവനെന്നോ താഴ്ന്ന ജാതിയിൽപ്പെട്ടവനെന്നോ ഒരു വേർതിരിവില്ലാതെ എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്തിരുന്നു, ഫുഡ്, ആഹാരം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിരുന്നു, അവിടെ എല്ലാ മതഭാഗത്തിലുള്ള അല്ലെങ്കിൽ എല്ലാ എന്താണ് ആൾക്കാരെയും, പാവപ്പെട്ടവരെയും പണക്കാരനെയും എല്ലാ ഇതിലുള്ള ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചിരുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അവിടെ ഇൻക്ലൂഷൻ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെ ജൈനിലെ അഹിംസ അഡ്വക്കേറ്റ്സ് ഫോർ ദ വെൽഫെയർ ഓഫ് all living beings regardless of status. അതായത് അവരുടെ സ്റ്റാറ്റസ് ഒന്നും നോക്കാതെ തന്നെ എന്ത് ചെയ്യുക, എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യുന്നു, ജൈനമതത്തിലെ അഹിംസ പദവി പരിഗണിക്കാതെ എല്ലാ ജീവജാലങ്ങളുടെയും ക്ഷേമത്തിനായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ് അഹിംസ എന്ന് പറയുന്നത് സെറ്റ്. അവിടെ എന്താണ്, അവരുടെ ഒരു പദവിയെ ഫോക്കസ് ചെയ്യാണ്ട് എല്ലാവരുടെയും എന്ത് ചെയ്യും, ക്ഷേമത്തിന് വേണ്ടിയിട്ട് ബാധിക്കുന്ന ഒരു ജൈനമതത്തിന്റെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അഹിംസ. ഓക്കെ, അപ്പൊ ഇതിലെല്ലാം ഇക്വാലിറ്റി അല്ലെങ്കിൽ സമത്വം അല്ലെങ്കിൽ ഇൻക്ലൂഷനുമാണ് മേളിൽ എന്ത് ചെയ്യുന്നത്, ഈ മതത്തിന്റെ ഇത്തരം മതങ്ങളുടെ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രിൻസിപ്പിൾസിനെ മേളിൽ ഫോക്കസ് ചെയ്യുന്ന ഇക്വാലിറ്റി നിലനിർത്തുകയും ഇൻക്ലൂഷൻ പ്രൊമോട്ട് ചെയ്യുകയുമാണ് ചെയ്തത്. മറ്റൊന്ന് ഫോക്കസ് ഓൺ സസ്റ്റൈനബിലിറ്റി. എന്താണ് സസ്റ്റൈനബിലിറ്റി? സുസ്ഥിരതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ മതത്തിന്റെ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു ടീച്ചിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, എഡ്യൂക്കേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ സുസ്ഥിരതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ സുസ്ഥിരതയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ദ പ്രിൻസിപ്പിൾസ് ഓഫ് നോൺ അറ്റാച്ച്മെന്റ്, അതായത് അപരിഗ്രഹ ഇൻ ജൈനിസത്തിന്റെ നോൺ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ, അപരിഗ്രഹ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ, ആൻഡ് ഇസ്ലാമിക് പ്രിഫറൻസ് ഫോർ ഹ്യൂമിലിറ്റി in giving reflect a sustainable approach to charity that avoid exploitation or dependency. അപ്പൊ ഈ മതങ്ങളുടെ ഇതൊക്കെ എക്സാമ്പിൾ ആണ് പറയുന്നത്. അപ്പൊ മതങ്ങളുടെ എല്ലാ മതത്തിലും ഇതുപോലുള്ള ഓരോരോ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പൊ ഈ പ്രിൻസിപ്പിൾസിലൂടെ എല്ലാം എന്താണ്, ഇപ്പൊ ജൈന മതത്തിന്റെ അപരിഗ്രഹ എന്ന അനാസക്തിയുടെ ഒരു തത്വവും അതുപോലെ തന്നെ ദാനം ചെയ്യുന്നതിൽ വിനയത്തോടുള്ള ഇസ്ലാമിക മുൻഗണനയൊക്കെ എന്താണ്, ഇത് ചൂഷണമോ ആശ്രിതത്വമോ ഒഴിവാക്കുന്ന ജീവകാരുണ്യത്തോടുള്ള സുസ്ഥിരമായിട്ടുള്ള ഒരു സമീപനത്തെ പ്രതിഫലിപ്പിക്കുന്ന ചില ഈ മതങ്ങളുടെ ചില പ്രിൻസിപ്പിൾസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പൊ മറ്റൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്
ഇന്റഗ്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി വെൽഫെയർ. അപ്പൊ ഈ മതപരമായിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ടീച്ചിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കമ്മ്യൂണിറ്റി വെൽഫെയറിന്റെയും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ വെൽഫെയറിന്റെയും ഒരു ഇന്റഗ്രേഷൻ, ഒരു എന്താണ് സംയോജനം നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. എന്തിന്റെ സംയോജനമാണ്? വ്യക്തി സാമൂഹിക ക്ഷേമത്തിന്റെ സംയോജനം നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ ഹിന്ദു ടെമ്പിൾ ബേസ്ഡ് ഫിലാന്ത്രോപ്പി, Buddhist monastic system and the collective effort in Islamic and Sikh traditions illustrate how religious teaching blend personal responsibility with the communal welfare. അപ്പോൾ ഹിന്ദു ക്ഷേത്രാധിഷ്ഠിതമായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ബുദ്ധ സന്യാസ സംവിധാനങ്ങൾ, ഇസ്ലാമിക സിഖ് പാരമ്പര്യങ്ങളിലെ കൂട്ടായ പരിശ്രമങ്ങൾ, ഇതെല്ലാം മതപരമായ അത്തരത്തിലുള്ള മതപരമായ ഒരു എഡ്യൂക്കേഷനിലൂടെ വ്യക്തിപരമായ ഉത്തരവാദിത്തത്തെ സാമൂഹ്യക്ഷേമവുമായി എങ്ങനെ സംയോജിപ്പിക്കണമെന്ന് വ്യക്തമാക്കുന്ന മതത്തിന്റെ ചില പ്രിൻസിപ്പിളുകളായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള ഈ ഒരു അല്ലെങ്കിൽ മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇത്തരത്തിലുള്ള വെൽഫെയർ, സോഷ്യൽ വെൽഫെയർ ആയിട്ടുള്ള സോഷ്യൽ വെൽഫെയർ വർക്കുകൾ എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തു വന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയിൽ. അപ്പോ മതപരമായിട്ടുള്ള ഒരു ടീച്ചിങ് അല്ലെങ്കിൽ റിലീജിയസ് ടീച്ചിങ് എന്ന് പറയുന്നത് അത് സാംസ്കാരിക അല്ലെങ്കിൽ സാംസ്കാരിക അല്ലെങ്കിൽ വ്യക്തി സാമൂഹിക ക്ഷേമത്തിന്റെ സംയോജനത്തിനെ പ്രൊമോട്ട് ചെയ്തു എന്ന് പറഞ്ഞു. സോ അതുവഴി സാംസ്കാരിക സംയോജനം നടപ്പിലായി എന്നതാണ്. ഇത് ഇന്ത്യൻ ക്ഷേമ പ്രവർത്തനത്തിൽ വെൽഫെയർ ടൂൾസിൽ എങ്ങനെയൊക്കെ അഫക്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി. ഫസ്റ്റ് വൺ, ഈ ഒരു അല്ലെങ്കിൽ മതത്തിന്റെ അല്ലെങ്കിൽ റിലീജിയസ് ടീച്ചിങ് എന്തിലേക്ക് നയിച്ചു? കൾച്ചറൽ കൺവേർജൻസിന് അഥവാ വ്യക്തി സാമൂഹിക ക്ഷേമത്തിന്റെ സംയോജനത്തിലേക്ക് നയിച്ചു. അപ്പൊ ഇത് എങ്ങനെ ഇന്ത്യൻ വെൽഫെയർ ടൂൾസിനേക്ക് കാരണമായി അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അടിത്തറയിട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഫസ്റ്റ് വൺ, ഹാർമണി ഇൻ ഡൈവേഴ്സിറ്റി. അതായത് വൈവിധ്യത്തിൽ ഒരു നിരവധി മതങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ തന്നെ പ്രധാനപ്പെട്ട റിലീജിയൻ ആയിട്ട് നമ്മൾ ഹിന്ദുയിസം, ബുദ്ധിസം, ജൈനിസം, സിഖിസം ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ പഠിച്ചു. അപ്പൊ ഈ മതങ്ങളിലെല്ലാം തന്നെ ഇത് വൈവിധ്യമാർന്ന ഡൈവേഴ്സ് ആയിട്ടുള്ള റിലീജിയസ് ഗ്രൂപ്പുകളാണ് അല്ലെങ്കിൽ റിലീജിയനാണ്. അപ്പൊ ഈ മതത്തിലെല്ലാം എന്താണ് പല പ്രിൻസിപ്പിളുകൾ അവരുടേതായിട്ടുള്ള പല പ്രിൻസിപ്പിളുകളാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. പക്ഷെ ഇതിലെല്ലാത്തിനെയും പറഞ്ഞു വരുമ്പോൾ എല്ലാത്തിന്റെയും ഒരു കോൺസെപ്റ്റുകളെല്ലാം തന്നെ എന്താണ് ഒന്നായിട്ട് വരിക. അതായത് മറ്റുള്ളവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളെയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്, പാവപ്പെട്ടവരെ സഹായിക്കുക, ഇതിലൊക്കെയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വൈവിധ്യതയിലും ഒരു ഹാർമണി ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഒരു ഐക്യം ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഈ റിലീജിയസ് ട്രഡീഷന്, നമ്മുടെ ഇന്ത്യയിലെ റിലീജിയസ് ട്രഡീഷന്, മതപരമായിട്ടുള്ള പാരമ്പര്യത്തിന് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. The coexistence of multiple religious traditions in India has fostered a culturally rich and diverse welfare. Each religion contributes unique practices while sharing core values like empathy, justice, and mutual support. പരസ്പര പിന്തുണ, അതുപോലെ തന്നെ സഹാനുഭൂതി, നീതി തുടങ്ങിയ അടിസ്ഥാന മൂല്യങ്ങൾ പങ്കിടാനായിട്ട് ഓരോ മതവും തനതായ ആചാരങ്ങൾ എന്ത് ചെയ്തു, അവരുടേതായിട്ടുള്ള ആചാരങ്ങൾ എന്ത് ചെയ്തു, കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും. മറ്റൊന്ന് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് പ്രാക്ടീസസ് എന്നുള്ളതാണ്. അതായത് സ്ഥാപനവൽക്കരിക്കപ്പെട്ട ചില രീതികൾ. അപ്പൊ ഓരോ റിലീജിയസ് ഓർഗനൈസേഷനും അവരുടേതായിട്ടുള്ള ചില പ്രാക്ടീസസ് ഉണ്ട് ഇല്ലേ. അപ്പൊ റിലീജിയസ് ഓർഗനൈസേഷൻസ് ഇൻസ്പയർഡ് ബൈ ദിസ് ടീച്ചിങ് പ്ലേ ആൻ ആക്റ്റീവ് റോൾ ഇൻ മോഡേൺ വെൽഫെയർ. Examples include Sikh-run hospitals, Islamic charities, and Jain shelters for stray animals. അതായത് ഇപ്പോ മതസംഘടനകൾ ആധുനിക ക്ഷേമത്തിൽ സജീവമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം, ഓരോ മതസംഘടനകൾ. ഇപ്പോ അതിന് എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ സിഖ് വിഭാഗക്കാർ അവർ നടത്തുന്ന ആശുപത്രികൾ, ഇപ്പൊ ഇസ്ലാമിക് വിഭാഗക്കാർ നടത്തുന്ന അവരുടെ ചാരിറ്റികൾ, അതുപോലെ തന്നെ ജൈനമതക്കാരുടെ ഷെൽട്ടറുകൾ, ഇതിലെല്ലാം തന്നെ എന്ത് ചെയ്യുക, എന്താണ് പാവപ്പെട്ട അല്ലെങ്കിൽ തെരുവ് മൃഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരുടെയൊക്കെ അല്ലെങ്കിൽ പാവപ്പെട്ടവരായിട്ടുള്ളവരുടെ സംരക്ഷണമൊക്കെയാണ് ഇതുപോലെയുള്ള റിലീജിയസ് ഓർഗനൈസേഷനിലൂടെയൊക്കെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ മതപരമായിട്ടുള്ള ടീച്ചിങ്ങിൽ നിന്നും ഒരു ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ, തത്വങ്ങൾ, അത് ഇന്ത്യയുടെ മതേതരമായിട്ടുള്ള ക്ഷേമ നയത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പോൾ ഈ പാരമ്പര്യങ്ങളിൽ വേരൂന്നിയ സമത്വത്തിന്റെയും അതുപോലെ തന്നെ സാർവത്രികവുമായിട്ടുള്ള ഒരു മൂല്യങ്ങളെയാണ് നമ്മളിപ്പോ ഗവൺമെന്റൽ പ്രോഗ്രാമുകളിൽ പലപ്പോഴും പ്രതിഫലിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രതിഫലിക്കുന്നത് എന്ന് നമുക്ക് പറയാം. The influence of secular welfare, the ethical and inclusive principles derived from religious teaching have influenced India's secular welfare policies. Government programs often reflect values of equality and universal access rooted in this tradition. But in the promotion of peace and solidarity,
അപ്പൊ സമാധാനത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും ഒരു പ്രോത്സാഹനം നമുക്ക് ഈ റിലീജിയസ് ടീച്ചിങ്ങിലൂടെ സാധ്യമാകുന്നുണ്ട്. അപ്പൊ ബൈ അഡ്വക്കേറ്റിംഗ് ഫോർ കമ്പാഷൻ ആൻഡ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി, റിലീജിയസ് ടീച്ചിങ് ഹാവ് സ്ട്രെങ്തൻഡ് സോഷ്യൽ ബോണ്ട്, ഫോസ്റ്ററിംഗ് യൂണിറ്റി അക്രോസ് ഡൈവേഴ്സ് കമ്മ്യൂണിറ്റീസ്. അല്ലെ, ഇപ്പൊ റിലീജിയസ് ടീച്ചിങ്ങിലൂടെ എന്താണ് കാരുണ്യത്തിന്റെയും പങ്കിട്ട ഉത്തരവാദിത്തത്തിന്റെയും വേണ്ടി വാദിക്കുന്നതിലൂടെ മതപരമായ ടീച്ചിങ് എന്ന് പറയുന്നത് സാമൂഹിക ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും വൈവിധ്യമാർന്ന സമൂഹങ്ങളുടനീളം ഐക്യം വളർത്തുന്നതിലൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പൊ ഇത്തരത്തിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല മതപരമായിട്ടുള്ള ക്ഷേമപരമായിട്ടുള്ള ചില തത്വങ്ങൾ അത് എങ്ങനെ ആധുനിക സമൂഹത്തിൽ ആപ്ലിക്കബിൾ ആകുന്നു, ആധുനിക സമൂഹത്തിൽ അത് എങ്ങനെ പ്രയോഗിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക്. അപ്പൊ മതപരമായിട്ട് ഒരുപാട് മതങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അപ്പൊ ഈ പുരാതനമായിട്ട് ഒരുപാട് മതങ്ങൾ, ബുദ്ധിസം, ജൈനിസം, സിഖിസം, അത് ഇത്തരം മതങ്ങളുണ്ട്. അപ്പൊ ഈ മതങ്ങൾക്കെല്ലാം ഓരോ പ്രിൻസിപ്പിൾസ്, ധാർമ്മികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, തത്വങ്ങളുണ്ട്. ഇതെല്ലാം മെയിൻലി വെൽഫെയറിനെ, നമ്മളെ സൊസൈറ്റിയുടെ വെൽഫെയറിനെ ഫോക്കസ് ചെയ്യുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ മതങ്ങളിലെ ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ടെങ്കിലും എന്താണ് പൊതുവെ കോമൺലി എന്താണ് ഒരു ഹാർമണി ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി വെൽഫെയർ പ്രദാനം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ മതത്തിന്റെ ഈ മതപരമായിട്ടുള്ള ഒരു ടീച്ചിങ് ഇത്തരത്തിലുള്ള ഒരു ഹാർമണി ഒക്കെ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാതെടുക്കാൻ സഹായിക്കുന്നു നമ്മൾ മനസ്സിലാക്കി. അപ്പൊ മതപരമായിട്ടുള്ള ഈ വെൽഫെയർ പ്രിൻസിപ്പിൾസ്, റിലീജിയസ് വെൽഫെയർ പ്രിൻസിപ്പിൾസ് അത് എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ മോഡേൺ സൊസൈറ്റിയിൽ, ആധുനിക സമൂഹത്തിൽ അത് ആപ്ലിക്കബിൾ ആകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, ഹ്യൂമനിറ്റേറിയൻ എഫോർട്ട്. ദ ഇസ്ലാമിക് ഓർഗനൈസേഷൻ like Sarkar Foundation of India and Sikh initiatives like Khalsa Aid actively contribute to disaster relief and humanitarian aid. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളെ എന്താണ് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിക് മതവിഭാഗത്തിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് സർക്കാർ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഈ ഒരു ഇസ്ലാമിക് ഓർഗനൈസേഷനിലൂടെ അതുപോലെ തന്നെ സിഖ് ഇനിഷ്യേറ്റീവ്സ് ആയിട്ടുള്ള ഖൽസ എയ്ഡ് ആക്ടിവിറ്റി, ഇതിലൂടെയൊക്കെ മെയിൻലി ഈ ഹ്യൂമനിറ്റേറിയൻസ് എയ്ഡ്സുകൾ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് എന്താണ് മാനുഷിക സഹായത്തിനും അതുപോലെ തന്നെ അവർക്ക് അല്ലെങ്കിൽ ദുരന്ത നിവാരണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ പ്രദാനം ചെയ്യുന്നു ഈ ഒരു മതപരമായിട്ടുള്ള ഓർഗനൈസേഷൻസുകൾ. അത്തരത്തിൽ ഈ റിലീജിയസ് വെൽഫെയർ പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ നമ്മുടെ മോഡേൺ സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മതപരമായിട്ടുള്ള ഓർഗനൈസേഷൻസിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വെൽഫെയർ ആക്ടിവിറ്റീസുകൾ അല്ലെങ്കിൽ മാനുഷിക സഹായത്തിന് വേണ്ടിയിട്ടുള്ള സംഭാവനകൾ നൽകുകയും വെൽഫെയർ ആക്ടിവിറ്റീസുകളൊക്കെ അല്ലെങ്കിൽ സംഘടിപ്പിച്ച് നടപ്പിലാക്കുകയും ചെയ്യും. മറ്റൊന്ന് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. ജൈൻ പ്രാക്ടീസസ് ഓഫ് എൻവയോൺമെന്റൽ കൺസർവേഷൻ ആൻഡ് മിനിമലിസം റീസണേറ്റ് with the global sustainability goals, encouraging reduced consumption and protection of biodiversity. അതായത് സുസ്ഥിരമായിട്ടുള്ള വികസനത്തിന് മതപരമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനത്തിന്റെ തത്വങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സഹായകരമാകുന്നു നമുക്ക് പറയാം. അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും അതുപോലെ തന്നെ മിനിമലിസത്തിന്റെയും ഒക്കെ ഒരു, അല്ലെങ്കിൽ മിനിമലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ്, എൻവയോൺമെന്റൽ കൺസർവേഷൻ എന്ന് പറയുന്ന പ്രാക്ടീസസ് ഒക്കെ ഫോളോ അപ്പ് ചെയ്യുന്ന ജൈനമതം ആ ജൈനമതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്താണ് അല്ലെങ്കിൽ ജൈനമതത്തിന്റെ ആചാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആഗോള സുസ്ഥിരത ലക്ഷ്യമാക്കി എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആഗോള സുസ്ഥിരത അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിധ്വനിക്കുന്നുണ്ട്. ജൈനമതത്തിന്റെ ഇത്തരം പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ആഗോളപരമായിട്ടുള്ള ഒരു സുസ്ഥിരതയാണ് ലക്ഷ്യമിടുന്നത് നമുക്ക് മനസ്സിലാക്കും. അപ്പൊ അവിടെ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് ഈ റിലീജിയസ് വെൽഫെയർ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നത്തെ മോഡേൺ സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് ഈ മതപരമായിട്ടുള്ള വെൽഫെയർ പ്രിൻസിപ്പിൾസ് സഹായകരമാകുന്നു എന്ന് നമുക്ക് പറയാം. മറ്റൊന്ന് കമ്മ്യൂണിറ്റി ഡ്രിവൺ വെൽഫെയർ ആണ്. അതായത് എന്താണ്, സമൂഹാധിഷ്ഠിത ക്ഷേമ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നടപ്പിലാക്കുന്നുണ്ട്. റിലീജിയസ് വെൽഫെയർ പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കമ്മ്യൂണിറ്റി ഡ്രിവൺ വെൽഫെയർ നടപ്പിലാകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഹിന്ദു ടെമ്പിൾ ബേസ്ഡ് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രോഗ്രാംസ് ആൻഡ് ബുദ്ധിസ്റ്റ് സ്കൂൾസ് ഇൻ മൊണാസ്ട്രിക് കമ്മ്യൂണിറ്റീസ് highlights the enduring relevance of this teaching in addressing modern challenges like hunger and illiteracy. അപ്പോ ഹിന്ദുമതത്തെ അടിസ്ഥാനപ്പെടുത്തി വിശപ്പ്, നിരക്ഷരത തുടങ്ങിയ ആധുനിക വെല്ലുവിളികൾ നേരിടുന്നവരെ പഠിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അവർക്ക് ഇതുപോലെ ദാരിദ്ര്യത്തിലായിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ പ്രദാനം ചെയ്യാൻ ഹിന്ദു ടെമ്പിളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ മൊണാസ്റ്റിക് കമ്മ്യൂണിറ്റീസിൽ, ബുദ്ധിസ്റ്റ് സ്കൂൾസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് എഡ്യൂക്കേഷൻസ് ഒക്കെ പ്രദാനം ചെയ്യുന്നു. അപ്പൊ ഇതിലൂടെ എന്താണ് ഒരു സമൂഹാധിഷ്ഠിത ക്ഷേമമാണ് ഇവിടെ, ഒരു കമ്മ്യൂണിറ്റി ഡ്രിവൺ വെൽഫെയർ ആണ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നടപ്പിലാക്കുന്നത് നമുക്ക് പറയാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മതപരമായ നേതൃത്വത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിലെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കേസ് സ്റ്റഡീസ് ആണ്. അതായത്
ഇപ്പോ ദാരിദ്ര്യം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ദുരന്ത നിവാരണം, അതുപോലെ തുടങ്ങിയ വിഷയങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് സാമൂഹിക ക്ഷേമ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ ഇന്ത്യയിലെ നിരവധി സംഘടനകളെ മതപരമായിട്ടുള്ള ഒരു ടീച്ചിങ് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റിലീജിയസ് ടീച്ചിങ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രചോദിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. സോ അതിനൊരു എക്സാമ്പിൾ ആണ് രാമകൃഷ്ണ മിഷൻ, ഖൽസ എയ്ഡ്, ഇസ്ലാമിക് റിലീഫ് ഇന്ത്യ തുടങ്ങിയ സംഘടനകൾ മതപരമായ തത്വങ്ങളെ സാമൂഹിക വെല്ലുവിളികളിലേക്ക് പ്രായോഗികവും ഫലപ്രദവുമായ പരിഹാരങ്ങളാക്കി മാറ്റുന്നതിനുള്ള ഉദാഹരണങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ ഈ സംരംഭങ്ങൾ കാരുണ്യം, അതുപോലെ തന്നെ സേവനം എന്നിവയുടെ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയുണ്ടായി. ഇപ്പൊ ഇന്ത്യയുടെ സാമൂഹിക ഘടനയ്ക്ക് ഗണ്യമായ സംഭാവന നൽകിയിട്ടുള്ള ഓർഗനൈസേഷൻസുകളായിരുന്നു രാമകൃഷ്ണ മിഷൻസും ഖൽസ എയ്ഡ്, ഇസ്ലാമിക് റിലീഫ് ഇന്ത്യ. ഓക്കെ, അപ്പൊ ഈ ഒരു ഓർഗനൈസേഷൻസിനെ കുറിച്ച് കൂടി നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷൻസിലൂടെ എന്ത് ചെയ്യുന്നത്, ദാരിദ്ര്യ, വിദ്യാഭ്യാസ, ആരോഗ്യ സംരക്ഷണം എന്നുള്ള ക്ഷേമ പ്രവർത്തനമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ മതപരമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റിലീജിയസ് ടീച്ചിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസുകൾ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്ത് വന്നത്. ആ ഓർഗനൈസേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വെൽഫെയർ പ്രാക്ടീസസ് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. Religious teaching have inspired numerous organizations in India to engage in social welfare activities, addressing issues such as poverty, education, healthcare, and disaster relief. Organizations like the Ramakrishna Mission, Khalsa Aid, and Islamic Relief India exemplify how religious principles can be translated into practical, impactful of solutions to societal challenges. These initiatives embody the values of compassion, inclusivity, and service, contributing significantly to India's social fabric. അപ്പൊ ആദ്യത്തെ റിലീജിയസ് ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ റിലീജിയസ് ടീച്ചിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഹിന്ദുമതത്തെ അടിസ്ഥാനപ്പെടുത്തി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് രാമകൃഷ്ണ മിഷൻ എന്നുള്ളത്. അതായത് ശ്രീ രാമകൃഷ്ണ പരമഹംസന്റെ ഉപദേശത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് 1897 സ്വാമി വിവേകാനന്ദനാണ് എന്ത് ചെയ്യുന്നത്, രാമകൃഷ്ണ മിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, നമുക്കത് അറിയാവുന്ന കാര്യമാണ്. ദ രാമകൃഷ്ണ മിഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് 1897 by Swami Vivekananda, inspired by the teaching of his guru Sri Ramakrishna Paramahamsa. The mission operates on the principles of Atmano Mokshartham Jagat Hidayata for one's salvation and for the welfare of the world, integrating spiritually with the service. അപ്പൊ ഈ ഒരു മിഷന്റെ ഈ ഒരു ഓർഗനൈസേഷന്റെ മിഷൻ എന്ന് പറയുന്നത് മെയിൻലി ഇവര് ഫോക്കസ് ചെയ്യുന്നത് ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച്ച എന്നാണ് അവരുടെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഒരാളുടെ മോക്ഷത്തിലും ലോകക്ഷേമത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. ആ ഒരു തത്വത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇവര് മെയിൻലി ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ രാമകൃഷ്ണ മിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1897 ആ വർഷമൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത സ്വാമി വിവേകാനന്ദനാണ്. ആരുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഉപദേശങ്ങളിൽ നിന്ന് പ്രചോദനം കൊണ്ടിട്ടാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള ശ്രീ രാമകൃഷ്ണ പരമഹംസന്റെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദ എന്ത് ചെയ്യുന്നത്, 1897 രാമകൃഷ്ണ മിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മിഷന്റെ മെയിൻ പ്രിൻസിപ്പിൾ ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച്ച എന്നാണ്. അതായത് ഫോർ ഓൺ സാൽവേഷൻ ആൻഡ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ വേൾഡ്. ഒരാളുടെ മോക്ഷത്തിന് വേണ്ടിയിട്ട് അതുപോലെ ലോകക്ഷേമത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പൊ രാമകൃഷ്ണ മിഷന്റെ കോൺട്രിബ്യൂഷൻസ് എന്തെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. എഡ്യൂക്കേഷൻ മേഖലയിലും ഹെൽത്ത് കെയർ മേഖലയിലും അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മേഖലകളിലും ഒക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഈ ഒരു മിഷന്റെ കീഴിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു മിഷൻ രാമകൃഷ്ണ മിഷന്റെ കോൺട്രിബ്യൂഷൻസ് കൂടി നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഫസ്റ്റ് എഡ്യൂക്കേഷൻ മേഖലയിൽ ദ മിഷൻ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് സ്കൂൾസ്, കോളേജസ് ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ് സെന്റേഴ്സ് അക്രോസ് ഇന്ത്യ പ്രൊവൈഡിംഗ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു അണ്ടർ പ്രിവിലേജ്ഡ് ചിൽഡ്രൻ. അതായത് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, അതായത് പാവപ്പെട്ടവരായിട്ടുള്ള കുട്ടികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്കൂളുകൾ, കോളേജുകൾ, വൊക്കേഷണൽ ട്രെയിനിങ് സെന്റേഴ്സ് ഒക്കെ രാജ്യത്തിലുടനീളം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലേക്ക് ഈ ഒരു മിഷൻ എന്ത് ചെയ്തു, പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ആൻഡ് മറ്റൊന്ന് ഫോക്കസ് ഈസ് പ്ലേസ്ഡ് ഓൺ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്, ഇന്റഗ്രേറ്റിംഗ് അക്കാഡമിക് എക്സലൻസ് വിത്ത് മോറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ്. രണ്ടാമതായിട്ട് പറയുന്നത് അക്കാഡമിക് മികവിനെ ധാർമ്മികവും ആത്മീയവുമായ മൂല്യങ്ങളുമായി സമന്വയിപ്പിച്ചുകൊണ്ട് സമഗ്രമായ വികസനത്തിനാണ് ഈ ഒരു മിഷനിലൂടെ എന്ത് ചെയ്യുന്നത്, ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് എഡ്യൂക്കേഷൻ മേഖലയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാമകൃഷ്ണ മിഷന്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത്.
മറ്റൊന്ന് ഹെൽത്ത് കെയർ മേഖലയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാമകൃഷ്ണ മിഷന്റെ കോൺട്രിബ്യൂഷൻ എന്തെന്ന് നോക്കാം. രാമകൃഷ്ണ മിഷൻസ് റൺ ഹോസ്പിറ്റൽസ് ആൻഡ് ഡിസ്പെൻസറീസ് ദാറ്റ് ഓഫർ അഫോർഡബിൾ or free treatment, particularly in rural and underserved areas. അതായത് ഈ ഒരു രാമകൃഷ്ണ മിഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരുപാട്, അല്ലെങ്കിൽ ഈ ഒരു രാമകൃഷ്ണ മിഷന്റെ കീഴിൽ ഒരുപാട് ഹോസ്പിറ്റൽസ്, ഡിസ്പെൻസറീസ് ഒക്കെ എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിലൂടെ പാവപ്പെട്ടവർക്ക് വേണ്ടി അഫോർഡബിൾ ആയിട്ടുള്ള ഫ്രീ ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്തു. അതുപോലെ റൂറൽ ആൻഡ് അൺഡിസേർവ്ഡ് ഏരിയാസിലുള്ള പാവപ്പെട്ടവർക്ക് ഫ്രീ ട്രീറ്റ്മെന്റുകളും അതുപോലെ തന്നെ എന്താണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ പ്രദാനം ചെയ്തു. ആൻഡ് സർവീസ് ഇൻക്ലൂഡ് അലോപ്പതിക് ആൻഡ് ആയുർവേദിക് ട്രീറ്റ്മെന്റ്സ് വിത്ത് ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ടാർഗറ്റിംഗ് ട്രൈബൽ പോപ്പുലേഷൻസ്. അപ്പോ അതോടൊപ്പം തന്നെ എന്താണ് അലോപ്പതി ആയുർവേദ ചികിത്സകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്ത് ചെയ്തു, അല്ലെങ്കിൽ അലോപ്പതി ആയുർവേദ ചികിത്സകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഹെൽത്ത് കെയർ എന്താണ് ഡിസ്പെൻസറീസിലൊക്കെ ട്രീറ്റ്മെന്റുകളൊക്കെ പ്രദാനം ചെയ്തു ഈ ഒരു മിഷന്റെ കീഴിൽ. സോ ഇതിലൂടെ ആദിവാസി ജനതയെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഔട്ട്റീച്ച് പരിപാടികളൊക്കെ എന്ത് ചെയ്തു, രാമകൃഷ്ണ മിഷന്റെ കീഴിൽ നടപ്പിലാക്കി വരികയും ചെയ്തു. ഡിസാസ്റ്റർ റിലീഫ്, അതായത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഈ മിഷന്റെ രാമകൃഷ്ണ മിഷന്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയെന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. The mission is renowned for its efficient disaster relief operations, providing food, shelter, and medical care during crises such as flood, സൈക്ലോൺസ് ആൻഡ് എർത്ത്ക്വേക്സ്, അതായത് ഭൂമിയിൽ ഭൂകമ്പം, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, ഇതുപോലുള്ള എന്താണ് നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ പാവപ്പെട്ടവർക്ക് വേണ്ട ഷെൽട്ടറും ഫുഡും മെഡിക്കൽ കെയറും ഒക്കെ പ്രദാനം ചെയ്യുന്നതിലേക്ക് ഈ ഒരു മിഷന്റെ കീഴിലുള്ള മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുകയുണ്ടായി, അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുണ്ടായി. സോ അത് ഡിസാസ്റ്റർ റിലീഫുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഈ മിഷന്റെ പ്രവർത്തനമായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഫോർ ഇൻസ്റ്റൻസ്, ഡ്യൂറിംഗ് ദ 2004 Indian Ocean tsunami, the mission played a crucial role in relief and rehabilitation effort in തമിഴ്നാട്. 2004 നമുക്കറിയാം സുനാമി വന്നു അല്ലെ. സുനാമി വന്ന സാഹചര്യത്തിൽ എന്താണ് ഈ ഒരു മിഷൻ ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് തന്നെ വഹിക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയിട്ട്, തമിഴ്നാട്ടിലെ ഈ ഒരു നാച്ചുറൽ കലാമിറ്റീസിന് ഇടയായിട്ടുള്ള പാവപ്പെട്ടവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഈ ഒരു മിഷൻ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം നല്ല രീതിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിച്ചു എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ റിലീഫുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ ഒരു മിഷനിലെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണെന്ന് പറയാം. അപ്പോ ഈ രാമകൃഷ്ണ മിഷന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് emphasis on selfless service has uplifted millions, setting a benchmark for integrating spiritual principles with practical welfare. അപ്പൊ രാമകൃഷ്ണ മിഷന്റെ നിസ്വാർത്ഥ സേവനത്തിലുള്ള ഊന്നൽ ദശലക്ഷക്കണക്കിന് ആളുകളുടെ പുരോഗതിക്ക് കാരണമായി. അതോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള തത്വങ്ങളെ പ്രായോഗികക്ഷേമവുമായി സംയോജിപ്പിക്കുന്നതിനുള്ള ഒരു മാനദണ്ഡമായിട്ട് ഈ ഒരു മിഷന്റെ പ്രവർത്തനങ്ങൾ മാറുകയും, അല്ലെങ്കിൽ ഈ മിഷൻ തന്നെ മാറുകയും ഉണ്ടായി എന്ന് നമുക്ക് പറയാം. But the Ramakrishna Mission's emphasis on selfless service has uplifted millions, setting a benchmark for integrating spiritual principles with practical welfare. ഇപ്പൊ മതപരമായിട്ടുള്ള മറ്റൊരു ഓർഗനൈസേഷൻ ആണ്, സിഖ് മതത്തെ അടിസ്ഥാനപ്പെടുത്തി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഖൽസ എയ്ഡ് എന്നുള്ളത്. അപ്പോൾ ഖൽസ എയ്ഡ് എന്ന് പറയുന്നത് 1999 രവീന്ദർ സിംഗിന്റെ രവീന്ദർ സിംഗ് ആണ് എന്ത് ചെയ്തത്, ഖൽസ എയ്ഡ് എന്ത് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ രവീന്ദർ സിംഗ് സ്ഥാപിച്ച ഖൽസ എയ്ഡ് സർബത് ദ ഫാല, എല്ലാവരുടെയും ക്ഷേമം എന്ന സിഖ് തത്വത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഗുരു നാനക്കിന്റെ നിസ്വാർത്ഥ സേവനത്തിന്റെയും സമത്വത്തിന്റെയും അദ്ദേഹത്തിന്റെ ഗുരു നാനക്കിന്റെ ഗൈഡൻസിലേക്ക് അടിസ്ഥാനത്തിലാണ് ഈ സംഘടന എന്ത് ചെയ്യപ്പെട്ടത്, നയിക്കപ്പെട്ടതെന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്താണ്, ഫൗണ്ടഡ് ഇൻ 1999 by Ravinder Singh, Khalsa Aid draw inspiration from the Sikh principle of Sarbat സർബദ ഫാല എന്ന് പറയുന്ന പ്രിൻസിപ്പിളിന്റെ അർത്ഥം വെൽ ബീയിങ് ഫോർ ഓൾ എന്നാണ്. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് രവീന്ദർ സിംഗ് ആണ് 1999 ഈ ഖൽസ എയ്ഡ് എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. The organization is guided by Guru Nanak teachings of selfless service and equality. അപ്പൊ ഗുരു നാനക്കിന്റെ സെൽഫ്ലെസ് സർവീസ്, ഇക്വാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ ടീച്ചിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യപ്പെട്ടത്, ഗൈഡ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ നയിക്കപ്പെട്ടത് എന്ന് നമുക്ക് പറയാം. ഖൽസ എയ്ഡിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയെന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. ഡിസാസ്റ്റർ റിലീഫില് അല്ലെങ്കിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് ഖൽസ എയ്ഡിന്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. ഖൽസ എയ്ഡ് is globally recognized for its humanitarian effort, often being the first to provide aid during natural and man-made disasters. അതായത് ഖൽസ എയ്ഡ് അതിന്റെ മാനുഷിക പ്രവർത്തനങ്ങൾക്ക് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള ദുരന്തങ്ങളിൽ സഹായം നൽകുന്ന ആദ്യത്തെ സ്ഥാപനമായിട്ട് ഈ ഖൽസ എയ്ഡിനെ കൺസിഡർ ചെയ്യപ്പെടാറുണ്ട്. In India, the organization provided food,
water and medical supplies to flood affected religion in Kerala 2018 and Assam 2022. അപ്പൊ ഈ ഒരു ഓർഗനൈസേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇന്ത്യയിൽ, അതായത് കേരളത്തിലും അതുപോലെ തന്നെ 2018 കേരളത്തിലും അതുപോലെ 2022 അസാമിലെയും ഒക്കെ ഉണ്ടായ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾക്ക് വേണ്ട സഹായമായിട്ട് സംഘടനാ ഭക്ഷണം, വെള്ളം, മെഡിക്കൽ സാധനങ്ങൾ എന്നിവ എത്തിച്ചു നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഡിസാസ്റ്റർ റിലീഫുമായി ബന്ധപ്പെടുത്തിയിട്ട് ഖൽസ എയ്ഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ കീഴിൽ ചെയ്യപ്പെട്ടതായിരുന്നു. ആൻഡ് മറ്റൊരു ഫാക്ടർ, ഹെൽത്ത് കെയർ മേഖലയിൽ ഈ ഖൽസ എയ്ഡ് ഓർഗനൈസേഷന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് കൂടി നോക്കാം. ഡ്യൂറിംഗ് ദ COVID-19 പാൻഡമിക്, ഖൽസ എയ്ഡ് സെറ്റ് അപ്പ് ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സ്, isolation centers and free vacation drives. It also support cancer patients through financial aid and nutritional support. അതായത് COVID-19 മഹാമാരിയുടെ സമയത്ത് ഖൽസ എയ്ഡ് ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ, ഐസൊലേഷൻ സെന്ററുകൾ, സൗജന്യ വാക്സിനേഷൻ ഡ്രൈവുകൾ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഹെൽത്ത് കെയർ മേഖലയിലും ഈ ഖൽസ എയ്ഡിന്റെ കോൺട്രിബ്യൂഷൻസ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക സഹായത്തിലൂടെയും പോഷകാഹാര സഹായത്തിലൂടെയും ക്യാൻസർ രോഗികളെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ ഖൽസ എയ്ഡിലൂടെ നടപ്പിലാക്കി വരുന്നുണ്ട്. കമ്മ്യൂണിറ്റി കിച്ചൺ ആൻഡ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് ഖൽസ എയ്ഡിന് എന്തൊക്കെയാണ് റോൾ ഉള്ളത് നമുക്ക് നോക്കാം. ട്രൂ ടു ദ സിഖ് ട്രഡിഷൻ ഓഫ് ലാങ്ക കമ്മ്യൂണിറ്റി കിച്ചൺ, ദ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ഫ്രീ മീൽ ഇൻ ഡിസാസ്റ്റർ സോൺസ് ആൻഡ് കോൺഫ്ലിക്റ്റ് ഏരിയാസ്. Khalsa Aid also support education by funding schools and scholarships for underprivileged students. എന്താണ് സിഖ് പാരമ്പര്യമായ അലങ്കാറിൽ സമൂഹ അടുക്കള അതനുസരിച്ചിട്ട് ഈ സംഘടന ദുരന്ത മേഖലകളിലും സംഘർഷ മേഖലകളിലും സൗജന്യ ഭക്ഷണം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഖൽസ എയ്ഡ് പിന്നോക്ക വിദ്യാർത്ഥികൾക്കുള്ള സ്കൂളുകൾക്ക് സ്കോളർഷിപ്പുകൾക്ക് വേണ്ടി തന്നെ സഹായമൊക്കെ നൽകുന്നു, വിദ്യാഭ്യാസത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. അപ്പൊ ഈ ഒരു ഖൽസ എയ്ഡ് എന്ന ഓർഗനൈസേഷന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എക്സംപ്ലിഫൈസ് ഇൻക്ലൂസീവ് ഹ്യൂമാനിറ്റേറിയനിസം, demonstrating the power of religious values to transcend boundaries and deliver timely life-saving support. അപ്പൊ ഖൽസ എയ്ഡ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മാനുഷികതയ്ക്ക് ഉദാഹരണമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ മതപരമായിട്ടുള്ള മൂല്യങ്ങൾക്ക് അതിരുകൾ ഭേദിക്കാനും സമയബന്ധിതവും ജീവൻ രക്ഷിക്കുന്നതുമായിട്ടുള്ള പിന്തുണ നൽകാനുള്ള ശക്തി പ്രകടമാക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഖൽസ എയ്ഡ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇസ്ലാമിക് റിലീഫ് ഇന്ത്യ, അതായത് ഇസ്ലാം മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇസ്ലാമിക് റിലീഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ ഇത് മെയിൻലി കാരുണ്യത്തിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിൻലി ഈ ഒരു ഓർഗനൈസേഷൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിക് റിലീഫ് ഇന്ത്യ ഈസ് പാർട്ട് ഓഫ് ദ ഗ്ലോബൽ ഇസ്ലാമിക് റിലീഫ് വേൾഡ് വൈഡ് നെറ്റ്വർക്ക് ഫൗണ്ട് ഇൻ 1984. 1984 എന്താണ് ഫൗണ്ട് ചെയ്തിട്ടുള്ള ഇസ്ലാമിക് റിലീഫ് വേൾഡ് വൈഡ് നെറ്റ്വർക്കിന്റെ ഭാഗമായാണ് എന്ത് ചെയ്തിട്ടുള്ളത് 1984 ഇസ്ലാമിക് റിലീഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓർഗനൈസേഷൻ ഓപ്പറേറ്റ്സ് ബേസ്ഡ് ഓൺ ദ ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ് ഓഫ് സക്കാത്ത്, ഒബ്ലിഗേറ്ററി ചാരിറ്റി, ആൻഡ് സദാഖ, voluntary charity, and focusing on alleviating poverty and supporting vulnerable population. അപ്പൊ ഇത് ഇസ്ലാമിക് മതത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള സക്കാത്ത് മീൻസ് ഒബ്ലിഗേറ്ററി ചാരിറ്റി എന്നുള്ളതാണ്. എന്ത് ചെയ്യുക, അതായത് നിർബന്ധിതമായിട്ടും ചാരിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സദാഖ് മീൻസ് എന്താണ്, സ്വമേധയാ ചാരിറ്റി കൊടുക്കുക എന്നുള്ള. അപ്പൊ ഈ ഇസ്ലാം മതത്തിന്റെ ഈ ഒരു കോൺസെപ്റ്റുകളെ, ഈ ഒരു പ്രിൻസിപ്പിളുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇസ്ലാമിക് റിലീഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുള്ളത്, ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് നമുക്ക് പറയാം. ഫോക്കസിങ് ഓൺ അലിവേറ്റിംഗ് പോവർട്ടി ആൻഡ് സപ്പോർട്ടിംഗ് വൾണറബിൾ പോപ്പുലേഷൻ, അതായത് എന്താണ് ദുർബല ജനവിഭാഗങ്ങളെ പിന്തുണയ്ക്കാനും അതോടൊപ്പം തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലുമാണ് ഈ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ വലിയ കണ്ടുകൊണ്ടാണ് ഈ ഒരു ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഇസ്ലാമിക് റിലീഫ് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? എഡ്യൂക്കേഷൻ മേഖലയിൽ, ഡിസാസ്റ്റർ റിലീഫ് മേഖലയിൽ, ഹെൽത്ത് കെയർ മേഖലയിലൊക്കെ ഈ ഇസ്ലാമിക് റിലീഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ എഡ്യൂക്കേഷൻ മേഖലയിൽ ഇസ്ലാമിക് റിലീഫ് ഇന്ത്യ സപ്പോർട്ട്സ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഫോർ ഓർഫൻ ആൻഡ് മാർജിനലൈസ്ഡ് ചിൽഡ്രൻ ഇൻക്ലൂഡിംഗ് സ്കോളർഷിപ്പ് ആൻഡ് സ്കൂൾ സപ്പോർട്ട്സ്. അതായത് എന്താണ് ഇസ്ലാമിക് റിലീഫ് ഇന്ത്യ അനാഥരും
പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായിട്ടുള്ള കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകൾ, അതുപോലെ തന്നെ സ്കൂളിൽ ആവശ്യമുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ പരിപാടികൾ എന്ത് ചെയ്യുക, സപ്ലൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, വിദ്യാഭ്യാസ പരിപാടികളെ പിന്തുണയ്ക്കാനായിട്ട് ഈ ഒരു ഓർഗനൈസേഷൻ ഇസ്ലാമിക് റിലീഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ വൊക്കേഷണൽ ട്രെയിനിങ് ഇനിഷ്യേറ്റീവ്സ് എംപവേർഡ് യൂത്ത് എസ്പെഷ്യലി വുമൺ ടു ഗെയിൻ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ലഭിക്കാൻ, അതുപോലെ തന്നെ യുവജനങ്ങൾക്ക് അവരെ ഫോക്കസ് ചെയ്ത് അവർക്ക് തൊഴിൽ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കാനൊക്കെ ഈ ഒരു ഓർഗനൈസേഷൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എഡ്യൂക്കേഷൻ മേഖലയുമായി ബന്ധപ്പെടുത്തി ഇത്തരം കോൺട്രിബ്യൂഷൻസ് ഇസ്ലാമിക് റിലീഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഓർഗനൈസേഷൻ ഡിസാസ്റ്റർ റിലീഫ് മേഖലയെ അല്ലെങ്കിൽ ഡിസാസ്റ്റർ റിലീഫുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്തൊക്കെ കോൺട്രിബ്യൂഷൻ ആണ് നൽകിയിട്ടുള്ളത് നോക്കാം. The organization has been active in disaster hit areas such as the Kashmir flood 2014 and the Kerala flood 2018, providing emergency shelter, food and water. A long-term rehabilitation effort include rebuilding homes and restoring livelihood. അതായത് ഈ ഒരു ഇസ്ലാമിക് റിലീഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ എന്താണ്, കാശ്മീരിലെ വെള്ളപ്പൊക്കം 2014 കാശ്മീർ വെള്ളപ്പൊക്കത്തിൽ, അതുപോലെ 2018 കേരളത്തിലെ വെള്ളപ്പൊക്കത്തിലൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ദുരന്ത ബാധിതരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് അടിയന്തര താമസ സൗകര്യം, ഭക്ഷണം, വെള്ളം എന്നിവ നൽകുന്നതിലേക്ക് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു. സോ അത്തരത്തില് എന്താണ് ലോങ് ടേം റീഹാബിലിറ്റേഷൻ എഫോർട്ട് ഇൻക്ലൂഡ് റീബിൽഡിംഗ് ഹോം ആൻഡ് റെസ്റ്റോറിംഗ് ഏരിയ. ഇപ്പോൾ ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ള അല്ലെങ്കിൽ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു ഇസ്ലാമിക് റിലീഫ് ഇന്ത്യ എന്നുള്ളത്. നെക്സ്റ്റ് ഹെൽത്ത് കെയറുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇസ്ലാമിക് റിലീഫ് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇസ്ലാമിക് റിലീഫ് ഇന്ത്യ റൺസ് മെഡിക്കൽ ക്യാമ്പ്സ് ഇൻ റിമോട്ട് ഏരിയാസ് ഓഫറിംഗ് ഫ്രീ കൺസൾട്ടേഷൻ, മെഡിസിൻസ് ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള എന്താണ് അവയർനെസ് കൊടുക്കാനും മെഡിസിൻസ് പ്രദാനം ചെയ്യാനും ഫ്രീ കൺസൾട്ടേഷൻ പ്രദാനം ചെയ്യാനും ഒക്കെ ഈ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ആൻഡ് സ്പെഷ്യൽ പ്രോഗ്രാംസ് ഫോക്കസ് ഓൺ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്, അതായത് മെറ്റേണൽ പീരീഡിൽ വേണ്ടിയിട്ടുള്ള കെയർ കൊടുക്കാൻ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കെയർ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ട് അത്തരം പരിരക്ഷയൊക്കെ ഉറപ്പുവരുത്താനായിട്ട് ഈ ഒരു ഓർഗനൈസേഷന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ മാതൃശിശു ആരോഗ്യം, പോഷകാഹാരക്കുറവ് നിയന്ത്രിക്കൽ, പ്രസവത്തിന് മുമ്പ് ശേഷവുമുള്ള പരിചരണം മെച്ചപ്പെടുത്തൽ എന്നിവയിൽ പ്രത്യേക പരിപാടികൾ നടപ്പിലാക്കാനൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു ഇസ്ലാമിക് റിലീഫ് ഇന്ത്യ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഇസ്ലാമിക് റിലീഫ് ഇന്ത്യയുടെ ഒരു ഇമ്പാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വർക്ക് റിഫ്ലക്ട് ദ എസൻസ് ഓഫ് ഇസ്ലാമിക് കമ്പാഷൻ അഡ്രസ്സിംഗ് ബോത്ത് ഇമ്മീഡിയറ്റ് നീഡ്സ് ആൻഡ് ലോങ് ടേം ഡെവലപ്മെന്റ്, പർട്ടിക്കുലർലി ഫോർ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. അതായത് ഇസ്ലാമിക് റിലീഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ഇസ്ലാമിക കാരുണ്യത്തിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ച് എന്താണ് ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റാൻ ദീർഘകാല വികസനത്തേക്ക് അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് ഈ ഒരു ഓർഗനൈസേഷൻ വളരെയധികം നേരിട്ടുണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് നമുക്ക് പറയാം കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ എങ്ങനെയാണ് സോഷ്യൽ വർക്ക് ഡെവലപ്പ് ചെയ്ത് വന്നത്, ആ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോൺട്രഡിക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് മതപരമായിട്ടുള്ള ദാർശനികവും അല്ലെങ്കിൽ മതപരവും ദാർശനികവുമായിട്ടുള്ള പാരമ്പര്യങ്ങൾ എങ്ങനെ ഇന്ത്യയിലെ സോഷ്യൽ വർക്ക് അതായത് സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റിയുടെ ഡെവലപ്മെന്റിലേക്ക് നയിച്ചു എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയത്. നെക്സ്റ്റ് ഈ ഹിസ്റ്റോറിക്കൽ കോൺട്രഡിക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ ചരിത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ പുരാതനമായിട്ടുള്ള പാരമ്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ടെക്സ്റ്റ് എപ്പിക്സുകൾ, ഗ്രന്ഥങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ എങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യയില് സോഷ്യൽ വർക്കിന്റെ ഡെവലപ്മെന്റിലേക്ക് നയിച്ചു, കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ള കാര്യമാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. For the Mahabharata and Ramayana contain numerous references to charity and community welfare, framing these as moral imperatives. അതായത് മഹാഭാരതത്തിലൂടെയും രാമായണം ഇതൊക്കെ നമ്മുടെ എപ്പിക്സുകളാണല്ലേ. ഇപ്പൊ ഇതിലൂടെയൊക്കെ എന്താണ് ഇതിലൂടെയൊക്കെ ദാനധർമ്മത്തെയും സാമൂഹിക ക്ഷേമത്തെയും കുറിച്ചുള്ള നിരവധി പരാമർശങ്ങൾ ഈ ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഉൾക്കൊണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ ഇവയെ ധാർമ്മിക അനിവാര്യതകളായിട്ട് രൂപപ്പെടുത്താനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ ഈ എപ്പിക്സുകളിലെ ഈ കണ്ടന്റുകൾ അല്ലെങ്കിൽ എന്താണ് വെൽഫെയറിനെ അഭിസംബോധന ചെയ്യുന്ന ഈ കണ്ടന്റുകൾ ഒരു മോറൽ ഇംപെരാറ്റീവ്സ് ആയിട്ട് അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അർത്ഥശാസ്ത്ര written by ചാണക്യ provide guidelines for state-led welfare addressing issues such as public health, poverty and disaster relief. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പുരാതന കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പുരാതന ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ പുരാതനമായിട്ടുള്ള ടെക്സ്റ്റുകൾക്ക് ഉദാഹരണമാണ് അർത്ഥശാസ്ത്രം. അതുപോലെ തന്നെ എന്താണ്
ഇതുപോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളെ സ്റ്റേറ്റിൽ, നമ്മുടെ ഇന്ത്യയിൽ എന്താണ് ഒരു സ്റ്റേറ്റഡ് വെൽഫെയർ പ്രദാനം ചെയ്യുന്നതിലേക്ക് നയിച്ചിട്ടുള്ള ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ വർക്കുകളാണ് നമുക്ക് പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ സാമൂഹിക ക്ഷേമ സമ്പ്രദായങ്ങളെ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ പ്രാക്ടീസസിനെ നിർവചിക്കുന്നതിൽ പുരാതന ഗ്രന്ഥങ്ങളുടെ പങ്ക് എന്ത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ പറഞ്ഞു പുരാതന ഗ്രന്ഥങ്ങൾ, ടെക്സ്റ്റുകൾ, ആൻഷ്യൻ ടെക്സ്റ്റുകൾ, അതുപോലെ എപ്പിക്സുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സോഷ്യൽ വെൽഫെയർ പ്രാക്ടീസസ് പ്രദാനം ചെയ്യുന്നതിലെ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എങ്ങനെ ഇത്തരത്തിൽ സോഷ്യൽ വെൽഫെയർ പ്രാക്ടീസസ് എൻകറേജ് ചെയ്യുന്നതിലേക്ക് ഈ ആൻഷ്യൻ ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ പുരാതന ഗ്രന്ഥങ്ങൾ, എപ്പിക്സുകളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. But ancient Indian texts such as the Manusmriti and Arthashastra serve as foundational source for understanding social welfare practices in early Indian society. These scriptures and treatises provide detailed guidelines on governance, societal norms, and ethical conduct, emphasizing charity or dana, justice or dharma, and collective well-being. Their influence extended to the structure of governance, economic policies, and social responsibilities, laying the groundwork for welfare practices that evolved over centuries. അതായത് ആദ്യകാല ഇന്ത്യൻ സമൂഹത്തിലെ സാമൂഹ്യ ക്ഷേമ രീതികൾ നമ്മൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന സ്രോതസ്സുകളായിട്ട് മനുസ്മൃതി, അതുപോലെ അർത്ഥശാസ്ത്ര പോലുള്ള നമ്മുടെ പുരാതന ഇന്ത്യൻ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യകാല ഇന്ത്യൻ സമൂഹത്തിന്റെ സാമൂഹ്യക്ഷേമ രീതികളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം ഇത്തരം ഗ്രന്ഥങ്ങളിൽ സോഷ്യൽ വെൽഫെയർ പ്രാക്ടീസസുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ഭരണം, സാമൂഹിക മാനദണ്ഡങ്ങൾ, ധാർമ്മിക പെരുമാറ്റം എന്നിവയെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി. അതോടൊപ്പം തന്നെ ദാനം, അതുപോലെ നീതി, ധർമ്മം, കൂട്ടായ ക്ഷേമം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇത്തരം ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ ഇത്തരം പുരാതന ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ പുരാതനമായിട്ടുള്ള എന്താണ് ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്, രചിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് പറയാം. അപ്പോ ഈ പുരാതന ഗ്രന്ഥങ്ങളിൽ എന്താണ് കൂട്ടായ ക്ഷേമത്തെയും നീതി, ധർമ്മത്തെയും ദാനത്തെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്തരം കോൺസെപ്റ്റുകളെ കുറിച്ച്, സോഷ്യൽ വെൽഫെയറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇത്തരം കോൺസെപ്റ്റുകളെ കുറിച്ച് വളരെ വിശാലമായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇത്തരത്തിൽ നൂറ്റാണ്ടുകളായി പരിണമിച്ച ഈ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഈ ഒരു പുരാതന കാലത്ത് തന്നെ ഈ പുരാതനമായിട്ടുള്ള ഈ ആൻഷ്യൻ ടെക്സ്റ്റുകളിൽ തന്നെ ഈ ദാനധർമ്മത്തെ കുറിച്ചും ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നൂറ്റാണ്ടുകളായിട്ട് പരിണമിച്ച ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അടിത്തറ പാകിക്കൊണ്ട് തന്നെ ഭരണഘടന, സാമ്പത്തിക നയങ്ങൾ, സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ എന്നിവയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ആൻഷ്യൻ ടെക്സ്റ്റ് ബുക്കുകളുടെ വർക്കുകളിലൂടെ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ സാമൂഹിക പ്രവർത്തനത്തിന്റെ ഒരു വിശാലത വ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ പ്രധാനപ്പെട്ട പുരാതന ഗ്രന്ഥങ്ങൾ, അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സാമൂഹികമായിട്ടുള്ള എന്താണ് ക്ഷേമ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ വെൽഫെയർ കണ്ടന്റുകളെ കുറിച്ച്, പ്രാക്ടീസസിനെ കുറിച്ചിട്ട് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ പ്രധാനപ്പെട്ട ചില ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് ഫസ്റ്റ് വൺ മനുസ്മൃതി. മനുസ്മൃതി ധർമ്മ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. അതായത് സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ ധർമ്മത്തെ കുറിച്ചിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് മനുസ്മൃതിക്കകത്ത്. അപ്പൊ മനുസ്മൃതി ദ ലോ ഓഫ് മനു അല്ലെങ്കിൽ മനുവിന്റെ നിയമങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. അപ്പൊ ഇറ്റ്സ് എ സെമിനൽ ടെക്സ്റ്റ് ഇൻ ആൻഷ്യൻ ഇന്ത്യൻ ലീഗൽ ആൻഡ് എത്തിക്കൽ ഫിലോസഫി. അപ്പൊ എന്താണ് മനുസ്മൃതി എന്ന് വെച്ച് കഴിഞ്ഞാല് പുരാതന ഇന്ത്യൻ നിയമ ധാർമ്മിക തത്വചിന്തയുടെ ഒരു പ്രധാന ഗ്രന്ഥമായിട്ടാണ് മനുസ്മൃതിയെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ മനുവിന്റെ രചനയിൽ നീതി, ദാനം, സാമൂഹിക ഐക്യം എന്നിവയിൽ ഊന്നൽ നൽകിക്കൊണ്ട് വ്യക്തികൾക്കും ഭരണാധികാരികൾക്കും വേണ്ടിയുള്ള സമഗ്രമായ ഒരു പെരുമാറ്റച്ചട്ടം പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ സമഗ്രമായിട്ടുള്ള ഒരു പെരുമാറ്റച്ചട്ടത്തെ എന്ത് ചെയ്യുന്ന മുന്നോട്ട് വെക്കുന്ന ഒരു ഗ്രന്ഥമായിരുന്നു മനുസ്മൃതി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോ എന്താണ്, ഇറ്റ്സ് പ്രൊവൈഡിംഗ് comprehensive code of conduct of individuals and rulers with an emphasis on justice, charity and societal harmony. അപ്പൊ മനുസ്മൃതിയിൽ പരാമർശിച്ചിരിക്കുന്ന ചില പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. സോ അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ആ പ്രിൻസിപ്പിൾസുകൾ എന്തിനെയാണ് അല്ലെങ്കിൽ ക്ഷേമപ്രവർത്തനത്തെ ഫോക്കസ് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ മനുസ്മൃതിയിലുള്ള പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ ഒന്ന് ചാരിറ്റി അഥവാ ദാന എന്നുള്ളതാണ്. അതൊരു ഡ്യൂട്ടി ആയിട്ടാണ് പറയുന്നത്. ചാരിറ്റി ആസ് എ ഡ്യൂട്ടി ആയിട്ടാണ് മനുസ്മൃതിക്കകത്ത് പറയുന്നത്. അപ്പൊ മനുസ്മൃതി അണ്ടർസ്കോർസ് ചാരിറ്റി ആസ് എ മോറൽ ആൻഡ് റിലീജിയസ് ഒബ്ലിഗേഷൻ. അപ്പൊ മനുസ്മൃതിയിൽ എന്താണ് ചാരിറ്റി എന്ന് പറയുന്നത്, എന്താണ്, അതൊരു മോറൽ ആൻഡ് റിലീജിയസ്
ഒബ്ലിഗേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ചാരിറ്റി മീൻസ് ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്, മറ്റുള്ളവരെ സഹായിക്കുക, ധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് സ്പെസിഫൈസ് ദാറ്റ് individuals, particularly the wealthy, should donate resources to support the poor, scholars and those in need. But it emphasizes the importance of selflessness in giving. A gift given without any expectation of return with a pure mind to a worthy recipient is regarded as the highest form of charity. അപ്പോ മനുസ്മൃതിക്കകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ ചാരിറ്റി അഥവാ ദാന എന്നുള്ളതാണ്. ചാരിറ്റി ആസ് എ ഡ്യൂട്ടി ആയിട്ടാണ് കണ്ടത്, റിലീജിയസ് ആൻഡ് മോറൽ ഒബ്ലിഗേഷൻ ആയിട്ടാണ് ചാരിറ്റിയെ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ദാനത്തിൽ നിസ്വാർത്ഥതയുടെ പ്രാധാന്യത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രിൻസിപ്പിളിലൂടെ ഊന്നി പറയുന്നുണ്ട്. യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ശുദ്ധമായ മനസ്സോടെ എന്ത് ചെയ്യുക, യോഗ്യനായ ഒരു സ്വീകർത്താവിന് നൽകുന്ന ഒരു സമ്മാനം, അത് ദാനത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമായിട്ടാണ് മനുസ്മൃതിക്കകത്ത് ഈ ഒരു പ്രിൻസിപ്പിളിലൂടെ, ചാരിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളിലൂടെ അല്ലെങ്കിൽ ദാന എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുന്നുണ്ട്. മറ്റൊരു പ്രിൻസിപ്പിൾ കെയർ ഫോർ വൾണറബിൾ ഗ്രൂപ്പ് എന്നുള്ളതാണ്. അതായത് ദുർബല വിഭാഗത്തെ എന്ത് ചെയ്യുക, പരിചരിക്കുക എന്നുള്ളത് എന്താണ് മനുസ്മൃതിക്കകത്ത് പറയുന്ന മറ്റൊരു പ്രിൻസിപ്പിളാണ്. The text outlines responsibility towards widows, orphans, the elderly and the disabled, advocating for their protection and care. Specific guidelines is provided for rulers to establish systems that ensure the welfare of these groups. അപ്പൊ എന്താണ്, വിധവകള്, അനാഥകര്, അതുപോലെ വൃദ്ധര്, വികലാംഗര് എന്നിവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രിൻസിപ്പിളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ അവരുടെ സംരക്ഷണത്തിനും പരിചരണത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രിൻസിപ്പിളിലൂടെ, ഈ മനുസ്മൃതിയിലൂടെ വാദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വിഭാഗത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ വൾണറബിൾ ആയിട്ടുള്ള വിഭാഗത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുന്ന സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിന് ഭരണാധികാരികൾക്ക് പ്രത്യേക മാർഗനിർദ്ദേശവും ഈ മനുസ്മൃതിയുടെ ഈ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നീതിയുടെയും സമത്വത്തിന്റെയും പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തത്വങ്ങളും കൂടി മനുസ്മൃതിക്കകത്ത് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ മനുസ്മൃതിയിൽ പരാമർശിക്കുന്ന മറ്റൊരു പ്രിൻസിപ്പിൾസ് ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി ആണ്. ജസ്റ്റിസ് മീൻസ് ധർമ്മം നടപ്പിലാക്കുക. അതുപോലെ ഇറ്റ്സ് portrayed as central to societal welfare and rulers are instructed to uphold laws that protect the weak and maintain harmony with the kingdom. Penalties for crimes and calibrated based on intent, social status and circumstances, reflecting the nuanced approach to justice. അതായത് സാമൂഹിക ക്ഷേമത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് നീതി അഥവാ ധർമ്മത്തെ എന്ത് ചെയ്യുന്നു, ഈ മനുസ്മൃതിയിലൂടെ ചിത്രീകരിക്കപ്പെടുന്നു. ഇതിലൂടെ ദുർബലരായിട്ടുള്ള വ്യക്തികളെ അല്ലെങ്കിൽ ദുർബലരായിട്ടുള്ള ആൾക്കാരുടെ സംരക്ഷണത്തിനും രാജ്യത്തിനുള്ളിൽ ഐക്യം നിലനിർത്തുന്നതിനും സഹായിക്കുന്ന നിയമങ്ങൾ പാലിക്കാൻ ഭരണാധികാരികൾക്ക് നിർദ്ദേശവും നൽകുന്നുണ്ട്. അപ്പൊ കുറ്റകൃത്യങ്ങൾ എന്തെങ്കിലും ഒരു പ്രിൻസിപ്പിലൂടെ നാട്ടിൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷകളുടെ ഉദ്ദേശം, സാമൂഹ്യ പദവി, സാഹചര്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ നീതിയോടുള്ള സൂക്ഷ്മമായ സമീപനത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകളും അതിന്റെ ഉദ്ദേശങ്ങളെ കുറിച്ചിട്ടൊക്കെ ഈ മനുസ്മൃതിക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി മനുസ്മൃതിയുടെ മറ്റൊരു പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ മനുസ്മൃതി അല്ലെങ്കിൽ പുരാതനമായിട്ടുള്ള ഈ ഒരു വർക്ക് അല്ലെങ്കിൽ പുരാതനമായിട്ടുള്ള ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് അതെന്താണ്, സോഷ്യൽ വെൽഫെയർ പ്രാക്ടീസസിനെ പ്രദാനം ചെയ്യുന്നു അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ പ്രാക്ടീസസിനെ കൂടുതൽ എംഫസൈസ് ചെയ്യുന്ന ഒരു വർക്കാണ് എന്ന് തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആണ്, ഒരു ടെക്സ്റ്റ് ആണ് തന്നെ മനുസ്മൃതി എന്ന് നമുക്ക് പറയാം. എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന, സോഷ്യൽ വെൽഫെയർ പ്രാക്ടീസസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വർക്ക് തന്നെയാണ് മനുസ്മൃതി എന്ന് നമുക്ക്. അപ്പൊ ഇത് എങ്ങനെയാണ് സോഷ്യൽ വെൽഫെയർ പ്രാക്ടീസസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്, മനുസ്മൃതി എന്ന ഈ ഒരു പുരാതന ഗ്രന്ഥം അത് എങ്ങനെ സോഷ്യൽ വെൽഫെയർ പ്രാക്ടീസസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ടെക്സ്റ്റ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ വ്യക്തികൾക്കും രാഷ്ട്രത്തിനും ഇടയിലുള്ള ഒരു പങ്കിട്ട ഉത്തരവാദിത്തമായി ക്ഷേമം എന്ന ആശയത്തെ മനുസ്മൃതിയിലൂടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ വ്യക്തികൾക്കും രാഷ്ട്രത്തിനും ഇടയിലുള്ള ഒരു പങ്കിട്ട ഉത്തരവാദിത്തമായിട്ട് ക്ഷേമം അഥവാ വെൽഫെയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു മനുസ്മൃതി എന്ന് പറയുന്ന ഈ പുരാതന ഗ്രന്ഥത്തിലൂടെ. അപ്പൊ എന്താണ്, സാമൂഹിക ക്ഷേമ പ്രവർത്തനത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു കാര്യമാണ് ഈ ഒരു വർക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇറ്റ് എംഫസിസ് ഓൺ ധർമ്മ ആസ് എ ഗൈഡിംഗ് പ്രിൻസിപ്പിൾ ഫോർ റൂളേഴ്സ്, ഇൻഫ്ലുവൻസ് ദ ഡെവലപ്മെന്റ് ഓഫ് ഗവേണൻസ് സ്ട്രക്ചർഡ് എയിംഡ് അറ്റ് സൊസൈറ്റൽ വെൽബീയിങ്. അതായത് സാമൂഹിക അല്ലെങ്കിൽ സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ധർമ്മ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിനെ അതൊരു ഗൈഡിംഗ് പ്രിൻസിപ്പിൾ ആയിട്ട്, റൂളേഴ്സിന്റെ ഭരണാധികാരികളുടെ ഒരു ഗൈഡിംഗ് പ്രിൻസിപ്പിളായിട്ട് ധർമ്മത്തെ കൊണ്ടുവരാനായിട്ട് ഈ മനുസ്മൃതിയിലൂടെ
പരാമർശിക്കുകയുണ്ടായി. സോ അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ കൊണ്ടുവരേണ്ടത്? സൊസൈറ്റൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം സോഷ്യൽ വെൽഫെയർ പ്രാക്ടീസസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള മനുസ്മൃതിയിൽ പരാമർശിച്ചിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് മനുസ്മൃതി എന്ന് പറയുന്ന പുരാതന ഗ്രന്ഥം സോഷ്യൽ വെൽഫെയർ പ്രാക്ടീസസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പുരാതന ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. അപ്പൊ മനുസ്മൃതി നമ്മൾ നോക്കി, മനുവിന്റെ മനുസ്മൃതിയെ കുറിച്ച് അല്ലെങ്കിൽ മനുസ്മൃതിയിലെ ചില പ്രിൻസിപ്പിൾസ് അത് എന്താണ് സോഷ്യൽ വെൽഫെയർ പ്രാക്ടീസസിനെ പ്രദാനം ചെയ്യുന്നു അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. അപ്പൊ മറ്റൊരു പ്രധാനപ്പെട്ട പുരാതന ഗ്രന്ഥമാണ് എന്ത്? അർത്ഥശാസ്ത്ര എന്നുള്ളത്. അപ്പൊ അർത്ഥശാസ്ത്ര അത് കൗടില്യന്റെ അല്ലെങ്കിൽ ചാണക്യൻ എന്നറിയപ്പെടുന്ന കൗടില്യന്റെയാണ് അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. അപ്പോ ഈ ഒരു ഗ്രന്ഥത്തിലൂടെ അർത്ഥശാസ്ത്ര attributed to the ancient strategist Kaudilya, also known as Chanakya, is a treatise on governance, economics and statecraft. Written around the 4th century BCE, it provides detailed guidelines on how rulers should manage resources and policies to ensure societal welfare. അപ്പോൾ ഈ അർത്ഥശാസ്ത്ര പുരാതന തന്ത്രജ്ഞനായ കൗടില്യൻ അഥവാ ചാണക്യൻ എന്നറിയപ്പെടുന്ന കൗടില്യൻ രചിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ്, പുരാതന ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. ഇതിലൂടെ ഭരണം അഥവാ സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്രം എന്നിവയെ കുറിച്ചുള്ള ഒരു ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം എന്ന് നമുക്ക് പറയാം. ഇത് BC 4ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പൊ ഇത് സാമൂഹ്യ ക്ഷേമം ഉറപ്പാക്കുന്നതിന് ഭരണാധികാരികൾ വിഭവങ്ങളും നയങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു പുരാതന ഗ്രന്ഥമായിരുന്നു അർത്ഥശാസ്ത്ര എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അർത്ഥശാസ്ത്രത്തിലൂടെ പറയുന്ന പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസുകൾ നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി ഈസ് വെൽഫെയർ. അതായത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? ക്ഷേമം നടപ്പിലാക്കുക, അല്ലെങ്കിൽ സംസ്ഥാനത്ത് ക്ഷേമ പ്രവർത്തനം നടപ്പിലാക്കുന്നത് അത് അതത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് അർത്ഥശാസ്ത്രത്തിലെ ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് എടുത്ത് പറയുകയുണ്ടായി. അപ്പൊ അർത്ഥശാസ്ത്ര views the state as the custodian of public welfare and rulers are advised to maintain economic stability and ensure equitable resource distribution to prevent poverty and unrest. For instance, it mandates state-sponsored feminine relief, including the storage of surplus gains and the distribution of food during drought. അതായത് ഇപ്പൊ പൊതുക്ഷേമത്തിന്റെ സംരക്ഷണമായിട്ട് ഈ അർത്ഥശാസ്ത്രത്തിന്റെ പറയുന്നത് അനുസരിച്ചിട്ട് സംസ്ഥാനം ഇത് പൊതുക്ഷേമത്തിന്റെ സംരക്ഷണമായിട്ട് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ പൊതുക്ഷേമം നടപ്പിലാക്കേണ്ടത് അതത് സ്റ്റേറ്റ് ആണെന്നാണ് അർത്ഥശാസ്ത്രത്തിലൂടെ പറയുന്നത്. അതായത് ക്ഷേമം ഉറപ്പുവരുത്തേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ക്ഷേമ പ്രവർത്തനത്തെ കുറിച്ച് ഈ ഒരു ഗ്രന്ഥത്തിൽ എടുത്തു പറയുന്നു എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ക്ഷേമ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ അടിത്തറയാണ് എന്നുള്ളതാണ്. ആൻഡ് സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും വിഭവങ്ങളുടെ തുല്യ വിതരണം ഉറപ്പാക്കാനും ഭരണാധികാരികളോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും വിഭവങ്ങളുടെ തുല്യ വിതരണം ഉറപ്പാക്കാനും വേണ്ടി ഭരണാധികാരികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. അതായത് അടിസ്ഥാന സൗകര്യ വികസനത്തെ കുറിച്ചിട്ട് അർത്ഥശാസ്ത്രയില് പറയുന്നു എന്നുള്ളതാണ്. The text advocates for the construction of public utilities such as road, irrigation system and marketplaces to promote trade and improve living standards. Okay, അതായത് വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ വ്യക്തികൾ അല്ലെങ്കിൽ ആൾക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായിട്ട് റോഡുകൾ, ജലസേചന സംവിധാനങ്ങൾ, വിപണികൾ തുടങ്ങിയ പൊതു ഉപയോഗങ്ങൾ അല്ലെങ്കിൽ പൊതു ആവശ്യകതകൾ നിർമ്മിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഈ ഒരു അർത്ഥശാസ്ത്രത്തിലെ ഈ ഒരു പ്രിൻസിപ്പിൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളുമായി ബന്ധപ്പെടുത്തിയിട്ട് ആ ഒരു വർക്കിൽ അല്ലെങ്കിൽ ആ ഒരു പുരാതന ഗ്രന്ഥത്തിൽ മെൻഷൻ ചെയ്യുകയുണ്ടായി. ഇതെല്ലാം പൊതുക്ഷേമത്തെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നഗരാസൂത്രണത്തിലൂടെ അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങളും അതിലൂടെ ശുചിത്വം, ശുദ്ധജല വിതരണം, പൊതുജനാരോഗ്യ സൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെടുത്തിയിട്ട് അർത്ഥശാസ്ത്രയുടെ ഈ ഒരു പ്രിൻസിപ്പിളുമായി ബന്ധപ്പെടുത്തി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.
അപ്പൊ അർത്ഥശാസ്ത്രത്തിൽ പറയുന്ന മറ്റൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്, അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക. അർത്ഥശാസ്ത്ര സ്പെസിഫൈസ് ദ സ്റ്റേറ്റ്സ് ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് വൾണറബിൾ പോപ്പുലേഷൻ ഇൻക്ലൂഡിംഗ് ദ പുവർ, വുമൺ ആൻഡ് ലേബർ, അതായത് പാവപ്പെട്ട വൾണറബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ അല്ലെങ്കിൽ ആൾക്കാരുണ്ട്, അതായത് സ്ത്രീകള്, ലേബറേഴ്സ്, അവരുടെ എന്ത് ചെയ്യുക, അവരുടെ സംരക്ഷണം സ്റ്റേറ്റ് ഉറപ്പുവരുത്തുക. ആൻഡ് ഇറ്റ് പ്രിസ്ക്രൈബ് പെനാൽറ്റീസ് ഫോർ എക്സ്പ്ലോയിറ്റേഷൻ സച്ച് ആസ് അണ്ടർ payment of workers or abuse of slaves, reflecting an early understanding of workers' right. അതായത് തൊഴിലാളികളുടെ അവകാശത്തേക്ക് ചൂഷണം ചെയ്തുകൊണ്ട് അവരെയൊക്കെ അമിതമായിട്ട് അബ്യൂസ് ചെയ്യുന്നത്, അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കറക്റ്റ് ആയിട്ടുള്ള ഒരു പെനാൽറ്റീസ് ഒക്കെ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അത്തരം പെനാൽറ്റി ഒക്കെ കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ് നടപ്പിലാക്കണം എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ അർത്ഥശാസ്ത്രയിലെ ഈ ഒരു പ്രിൻസിപ്പിൾ പ്രൊട്ടക്ഷൻ ഓഫ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളുമായി ബന്ധപ്പെടുത്തിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രിൻസിപ്പിൾ എക്കണോമിക് റീഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ടാക്സേഷൻ എന്നുള്ളതാണ്. അപ്പോൾ അർത്ഥശാസ്ത്രത്തിൽ മെൻഷൻ ചെയ്യുന്ന മറ്റൊരു പ്രിൻസിപ്പിൾ എക്കണോമിക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ടാക്സേഷൻ. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സംസ്ഥാനത്തിന്റെ ക്ഷേമ സംരംഭങ്ങൾക്ക് സമ്പന്നർ കൂടുതൽ സംഭാവന നൽകുന്ന ഒരു പുരോഗമന നികുതി സമ്പ്രദായത്തിന് എന്ത് ചെയ്തു, ഒരു ഇൻട്രൊഡക്ഷൻ ഈ ഒരു പ്രിൻസിപ്പിളിലൂടെ എന്ത് ചെയ്തു, അർത്ഥശാസ്ത്രയുടെ ഈ ഒരു പ്രിൻസിപ്പിളിലൂടെ കൊണ്ടുവന്നു. അതായത് കൂടുതൽ സമ്പന്നരായിട്ടുള്ളവർ കൂടുതൽ എന്ത് ചെയ്യുക, ടാക്സ് പേ ചെയ്യുക എന്ന് പറയുന്ന ഒരു ടാക്സേഷൻ സിസ്റ്റം കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ആ ഒരു ടാക്സേഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിലൂടെ റവന്യൂ ജനറേറ്റഡ് ഫ്രം ടാക്സസ് വാസ് ടു ബി യൂട്ടിലൈസ്ഡ് ഫോർ പബ്ലിക് പ്രോജക്ട് ആൻഡ് റിലീഫ് സപ്പോർട്ട്. അതിലൂടെ എന്ത് ചെയ്തു, വരുമാനം ഈ ടാക്സിൽ നിന്നും കളക്ട് ചെയ്യാനും തുടങ്ങി. ആ ടാക്സ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, പബ്ലിക് പ്രോജക്റ്റുകൾ, പബ്ലിക് റിലീഫിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നും എന്ത് ചെയ്തു, ഈ ഒരു പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അർത്ഥശാസ്ത്രയുടെ എക്കണോമിക് റീഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ടാക്സേഷൻ എന്ന പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയുണ്ടായി. അപ്പൊ മെയിൻലി അർത്ഥശാസ്ത്രയുടെ ഈ ഒരു പ്രിൻസിപ്പിളിലൂടെയൊക്കെ മെയിൻലി പറയുന്നതെല്ലാം സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ പ്രാക്ടീസസിനെ കുറിച്ചിട്ടാണ് മെയിൻലി ഫോക്കസ് ചെയ്ത് പറയുന്നത്, അല്ലെ. എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക, സ്റ്റേറ്റിന്റെ ക്ഷേമമാണ് മെയിൻലി ഈ ഒരു പുരാതന ഗ്രന്ഥത്തിലും എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സോഷ്യൽ വെൽഫെയർ പ്രാക്ടീസസിൽ അർത്ഥശാസ്ത്ര പോലുള്ള പുരാതന ഗ്രന്ഥത്തിന്റെ ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അർത്ഥശാസ്ത്ര introduced a pragmatic and systemic approach to welfare, aligning economic policies with the societal needs. അപ്പൊ എന്താണ്, സാമ്പത്തിക നയങ്ങളെ സാമൂഹിക ആവശ്യങ്ങളുമായി യോജിപ്പിച്ചുകൊണ്ട് ക്ഷേമത്തിനായുള്ള പ്രായോഗികവും വ്യവസ്ഥാപിതവുമായ ഒരു സമീപനമായിട്ട് അർത്ഥശാസ്ത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ it provided a framework for integrating welfare into governance, influencing subsequent ruler and states in India. അപ്പൊ ഇന്ത്യയിലെ തുടർന്നുള്ള ഭരണാധികാരികൾക്കും സംസ്ഥാനങ്ങളെയും സ്വാധീനിക്കുകയും ഭരണത്തിന്റെ ക്ഷേമത്തെ സംയോജിപ്പിക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂട് നൽകുകയും ചെയ്തിട്ടുള്ള ഒരു പുരാതന ഗ്രന്ഥമായിരുന്നു അർത്ഥശാസ്ത്രം. ഇപ്പൊ മോഡേൺ സോഷ്യൽ വർക്കില്, ഇന്ത്യയിലെ മോഡേൺ സോഷ്യൽ ആധുനിക സാമൂഹ്യ പ്രവർത്തനത്തില് ഈ മനുസ്മൃതി ആൻഡ് അർത്ഥശാസ്ത്ര പോലുള്ള പുരാതന ഗ്രന്ഥത്തിന്റെ റെലവൻസ് എന്താണെന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാം. The principles outlined in the Manusmriti and Arthashastra resonate with the contemporary social work practices in India. Its empowerment and equity and community development, ethical framework, etc. അതായത് മനുസ്മൃതിയും അർത്ഥശാസ്ത്രത്തിലും വിവരിച്ചിരിക്കുന്ന തത്വങ്ങൾ ഇന്ത്യയിലെ സാമ്പത്തികവും അതുപോലെ തന്നെ എന്താണ് സമകാലിക സാമൂഹ്യ പ്രവർത്തന രീതികളുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നത്, അല്ലെങ്കിൽ സമകാലിക സാമൂഹിക പ്രവർത്തന രീതികളെ പ്രതിഫലിപ്പിക്കുന്ന കോൺസെപ്റ്റുകളായിരുന്നു ഈ പുരാതന ഗ്രന്ഥങ്ങളിലൂടെ എന്ത് ചെയ്തിട്ടുള്ളത്, പരാമർശിച്ചിട്ടുള്ളത്. സോ ഇതിലൂടെ ശാക്തീകരണവും തുല്യതയും ഒക്കെ ഇത്തരം ഈ ഒരു പുരാതന ഗ്രന്ഥത്തിൽ, മനുസ്മൃതി ആയിരുന്നാലും അർത്ഥശാസ്ത്ര ആയിരുന്നാലും ഈ പുരാതന ഗ്രന്ഥങ്ങളിലൂടെ എംപവർമെന്റ് ആൻഡ് ഇക്വിറ്റി ഉറപ്പുവരുത്താൻ ശ്രമിച്ചു, അല്ലെങ്കിൽ പ്രധാനം ചെയ്തു എന്നുള്ളതാണ്. The focus on justice and support for vulnerable group align with the modern principle of equity and empowerment, അല്ലെ. അതായത് ദുർബല വിഭാഗങ്ങൾക്കായുള്ള നീതിയും പിന്തുണയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരം ഗ്രന്ഥങ്ങൾ, പുരാതന ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, മുന്നോട്ട് വന്നത്. അല്ലെങ്കിൽ ഈ പുരാതന ഗ്രന്ഥങ്ങളിൽ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്താണ്, ജസ്റ്റിസ് ആൻഡ് സപ്പോർട്ട് ഫോർ വൾണറബിൾ ഗ്രൂപ്പ്സ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ശാക്തീകരണവും തുല്യതയും പ്രദാനം ചെയ്യുന്നത് നമ്മുടെ ആധുനിക സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഒരു പ്രധാന പ്രിൻസിപ്പിൾ ആയി, ഗൈഡ് ലൈൻ ആയിട്ടൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്, അല്ലെ, എംപവർമെന്റ് ആൻഡ് ഇക്വിറ്റി. മറ്റൊന്ന് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് നമ്മുടെ മോഡേൺ സോഷ്യൽ വർക്കിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് ആണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്നുള്ളത്. അത് നമ്മുടെ ഈ പുരാതന ഗ്രന്ഥങ്ങളായിട്ടുള്ള മനുസ്മൃതി അർത്ഥശാസ്ത്രയിലൂടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഭരണം നമ്മൾ കാഴ്ചവെക്കണം എന്നുള്ള ഒരു പ്രിൻസിപ്പിൾസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റിസോഴ്സ് മാനേജ്മെന്റ് ഇൻ ദ അർത്ഥശാസ്ത്ര റിഫ്ലക്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡെവലപ്മെന്റ്സ്. മറ്റൊന്ന് എത്തിക്കൽ ഫ്രെയിംവർക്ക്സ് ആണ്. അതായത് നമ്മുടെ സോഷ്യൽ വർക്ക് മോഡേൺ സോഷ്യൽ വർക്കിൽ ചില എത്തിക്കൽ ഫ്രെയിംവർക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സാമൂഹ്യ പ്രവർത്തനം എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കപ്പെടുന്നത്.
സോ അത്തരത്തിലുള്ള ധാർമ്മിക ചട്ടക്കൂടുകൾ അല്ലെങ്കിൽ ധാർമ്മിക കടമകളെ കുറിച്ചിട്ട് പുരാതന ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. എംബസിസ് ഓൺ മോറൽ ഡ്യൂട്ടി, ധർമ്മ ആൻഡ് അക്കൗണ്ടബിലിറ്റി പ്രൊവൈഡ്സ് എത്തിക്കൽ ഗൈഡൻസ് ഫോർ സോഷ്യൽ വർക്കേഴ്സ് ടുഡേ. അപ്പോൾ ആ ഒരു പുരാതന ഗ്രന്ഥങ്ങളിൽ പറയുന്ന ധർമ്മം അല്ലെങ്കിൽ എന്താണ് ആ ഒരു അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്തത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് അതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ വർക്കേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ സോഷ്യൽ വർക്കേഴ്സ് ഫോളോ അപ്പ് ചെയ്യുന്ന എന്താണ് സാമൂഹ്യ പ്രവർത്തകർ ഫോളോ അപ്പ് ചെയ്യുന്ന മാർഗനിർദ്ദേശങ്ങളായിട്ട് ഈ ഒരു അക്കൗണ്ടബിലിറ്റി ഒക്കെ നമുക്ക് കാണാൻ കഴിയാവുന്നതാണ്. അപ്പോൾ മോഡേൺ സോഷ്യൽ വർക്കിൽ, ഇന്ത്യയിലെ മോഡേൺ സോഷ്യൽ വർക്കിൽ ഈ പുരാതന ഗ്രന്ഥങ്ങളുടെ റിലവൻസ് എന്താണ്, അല്ലെങ്കിൽ മനുസ്മൃതി, അർത്ഥശാസ്ത്ര പോലുള്ള പുരാതന ഗ്രന്ഥങ്ങളുടെ റിലവൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഹിസ്റ്റോറിക്കൽ കോൺട്രഡിക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പറഞ്ഞു റിലീജിയസ്, അതുപോലെ തന്നെ എന്താണ് മതപരമായിട്ടുള്ള മതവും ദാർശനികവുമായിട്ടുള്ള പാരമ്പര്യങ്ങൾ, അതുപോലെ ഗ്രന്ഥങ്ങളെ, ഇതിഹാസങ്ങൾ, ആൻഡ് ഇതുപോലെ കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രാക്ടീസ്, സാമൂഹ്യ അധിഷ്ഠിത രീതികളും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹിസ്റ്റോറിക്കൽ കോൺട്രഡിക്ഷനിൽ ഭാഗമായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യയിൽ സോഷ്യൽ വർക്ക് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വന്നതിന് സ്റ്റേജസിനെ നമ്മൾ ഹിസ്റ്റോറിക്കൽ കോൺട്രഡിക്ഷൻ എന്നും അതുപോലെ തന്നെ കൊളോണിയൽ പീരീഡ് എന്നും അതുപോലെ മോഡേൺ ഡെവലപ്മെന്റ് സ്റ്റേജ് ആയിട്ട് ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ട് മനസ്സിലാക്കി. അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോൺട്രഡിക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹിസ്റ്റോറിക്കൽ കോൺട്രഡിക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് മതപരവും ദാർശനികവുമായിട്ടുള്ള പാരമ്പര്യവും അതുപോലെ ടെക്സ്റ്റ് ആൻഡ് എപ്പിക്സുകളുടെ സ്വാധീനവും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രാക്ടീസസും ഒക്കെ നമ്മുടെ ഹിസ്റ്റോറിക്കൽ കോൺട്രഡിക്ഷനുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ കഴിയുന്നതാണ്. അപ്പൊ മതപരവും ദാർശനികവുമായിട്ടുള്ള പാരമ്പര്യങ്ങൾ എങ്ങനെ ഇന്ത്യയിലെ സോഷ്യൽ വർക്ക് ഡെവലപ്മെന്റിലേക്ക് നയിച്ചു എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഗ്രന്ഥങ്ങൾ, പുരാതന ഗ്രന്ഥങ്ങളും എപ്പിക്സുകളും എങ്ങനെ സാമൂഹ്യ പ്രവർത്തനത്തെ, സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന്റെ ഡെവലപ്മെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രാക്ടീസസ് ആണ്. അതായത് സാമൂഹികാധിഷ്ഠിത രീതികൾ എങ്ങനെ ഇന്ത്യയിൽ സാമൂഹിക പ്രവർത്തനത്തിന്റെ ഡെവലപ്മെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് indigenous system of mutual aid and collective responsibility were prevalent in village communities. The panchayat system, for example, ensured local governance and welfare. അതായത് നമ്മുടെ ഗ്രാമീണ സമൂഹങ്ങളിൽ പരസ്പര സഹായത്തിന്റെ, കൂട്ടായ്മയുടെയൊക്കെ അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിന്റെയൊക്കെ ഒരു പ്രതീകമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഗ്രാമ കൂട്ടായ്മ അല്ലെങ്കിൽ ഗ്രാമ സഭകൾ, തദ്ദേശീയ സംവിധാനങ്ങൾ, ഇതെല്ലാം അതായത് പഞ്ചായത്ത് സംവിധാനങ്ങൾ പോലുള്ള തദ്ദേശ ഭരണവും ക്ഷേമങ്ങളൊക്കെ ഉറപ്പാക്കുന്ന ഇത്തരത്തിലുള്ള ഗ്രാമസഭകൾ, കൂട്ടായ്മകൾ, ഇതെല്ലാം കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രാക്ടീസസ്, അതായത് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രാക്ടീസസിന് എക്സാമ്പിൾ ആണ്. സോ ഇതിലൂടെയൊക്കെ ഒരു കൂട്ടായ്മയും അതുപോലെ തന്നെ കൂട്ടായ ക്ഷേമ പ്രവർത്തനത്തെ ഇവിടെ ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ഈ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രാക്ടീസസും ഇന്ത്യയില് സോഷ്യൽ വർക്ക്, സോഷ്യൽ വെൽഫെയർ പ്രാക്ടീസസും സോഷ്യൽ എന്താണ് വർക്കും ഡെവലപ്പ് ചെയ്ത് വരുന്നതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ കോൺട്രഡിക്ഷൻ ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്ത്യയിൽ എങ്ങനെ സാമൂഹിക പ്രവർത്തനം ഡെവലപ്പ് ചെയ്ത് വന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനമായും ഇന്ത്യയിൽ സാമൂഹിക പ്രവർത്തനത്തിന്റെ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഡെവലപ്പ് ചെയ്ത് വന്നതിനെ പ്രധാനമായും 3 ഘട്ടങ്ങളായിട്ട് മാറ്റാമെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ ഹിസ്റ്റോറിക്കൽ കോൺട്രഡിക്ഷൻ, സെക്കൻഡ് വൺ കൊളോണിയൽ പീരീഡ്, തേർഡ് വൺ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡ്, അല്ലെ? അപ്പൊ ഇതില് ഈ 3 ഘട്ടങ്ങളിലായിട്ട് നടന്ന സംഭവ വികാസങ്ങളാണ് നമ്മളെ ഇന്ത്യയിലെ സാമൂഹിക പ്രവർത്തനത്തിന് അടിത്തറ പാകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിലെ ഹിസ്റ്റോറിക്കൽ കോൺട്രഡിക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് നടന്ന എന്തൊക്കെ സംഭവ വികാസങ്ങളാണ്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോൺട്രഡിക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് നടന്ന സംഭവ വികാസങ്ങൾ എങ്ങനെ സാമൂഹിക പ്രവർത്തനം, ഇന്ത്യയിലെ സാമൂഹിക പ്രവർത്തനത്തിന്റെ ഡെവലപ്മെന്റിലേക്ക് നയിച്ചു എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ കോൺട്രഡിക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ മതപരവും ദാർശനികവുമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ആൻഡ് നമ്മുടെ ടെക്സ്റ്റ്, പുരാതന ഗ്രന്ഥങ്ങൾ ആൻഡ് എപ്പിക്സുകൾ, അതുപോലെ തന്നെ സോഷ്യൽ പ്രാക്ടീസസ്, ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസുകൾ ഒക്കെ എങ്ങനെ എന്ത് ചെയ്തു ഇന്ത്യയിലെ സാമൂഹ്യ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഹിസ്റ്റോറിക്കൽ കോൺട്രഡിക്ഷന്റെ അണ്ടറിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ അല്ലേ? അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. കൊളോണിയൽ പീരീഡിൽ കൊണ്ടുവന്നിട്ടുള്ള ചില റിഫോംസുകളും ഒക്കെ എങ്ങനെയാണ് ഇന്ത്യയുടെ സോഷ്യൽ വർക്കിന്റെ ഡെവലപ്മെന്റിലേക്ക് നയിച്ചു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ എങ്ങനെ ഇന്ത്യയുടെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഡെവലപ്മെന്റിലേക്ക് നയിച്ചു, അതൊരു പ്രൊഫഷനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക് എങ്ങനെ അത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിക്കാം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, then thank you all.